2025 തുടക്കം മലയാള സിനിമയെക്കുറിച്ച് നല്ല വാർത്തകളുമായല്ല. കാരണം ഗതികെട്ട കാരണം 10-27 സിനിമകൾ ഇറങ്ങി ഒരു സിനിമ മാത്രം ലാഭമാവുകയും 26 സിനിമകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് മലയാളി മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള പ്രതികരണവുമായി നിർമ്മാതാക്കൾ തന്നെ രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ്. നഷ്ടങ്ങൾ കോടികൾ, ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്ക് മാറുന്നു. ഇവിടെ നടന്മാർക്കടക്കം ഈ നഷ്ടങ്ങളിൽ ഉള്ള പങ്കാളിത്തം, അവരുടെ ആഡംബര ജീവിതം, നിർമ്മാതാക്കളെ ഏതൊക്കെ തരത്തിൽ ഇവർ പാട്ടിലാക്കുന്നു, നശിപ്പിക്കുന്നു, ടെക്നീഷ്യന്മാരുടെ പ്രശ്നമൊക്കെ തുറന്നു പറയുകയാണ് നിർമ്മാതാക്കൾ. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി മലയാള സിനിമ ഇങ്ങനെയുണ്ട്, നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട്. ഇതിനെക്കുറിച്ച് ഏറ്റവും സമഗ്രമായി വിലയിരുത്താൻ പറ്റിയ ഒരാൾ തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. 4 പതിറ്റാണ്ടായി സിനിമാ മേഖലയിൽ, സിനിമാ നിരൂപണ രംഗത്ത്, സിനിമാ എഴുത്തുകാരനായുള്ള ശ്രീ പല്ലിശ്ശേരി, സ്വാഗതം. നമസ്കാരം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2025 ഒരു പ്രധാന വാർത്തകൾ ഒന്ന്, അതായത് ഇനി എല്ലാ മാസവും നിർമ്മാതാക്കൾ നഷ്ടത്തിൻ്റെ കണക്കുകൾ അല്ലെങ്കിൽ സിനിമയുടെ ചിലവുകൾ, സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വിടും എന്നുള്ളതാണ്. അത് പലരുടെയും ചങ്കടിപ്പിക്കുന്നുണ്ടോ? ഒന്നാമത് ഇപ്പോൾ ഫെബ്രുവരി 3 ആയിട്ടുള്ളൂ. ഒരു സിനിമയുടെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കാൻ ഒരു മാസം കൊണ്ട് പറ്റില്ല. അത് ഇവർക്കും അറിയാം. പിന്നെ ആരാണ് നിർമ്മാതാക്കൾ, ആരാണ് നിർമ്മാതാവ്? ഇപ്പോഴത്തെ സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരാണ് നിർമ്മാതാക്കളല്ലേ. ഇപ്പോൾ സുരേഷ് കുമാർ സിനിമാ സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? മമ്മൂട്ടിയുടെ മോൻ, മോഹൻലാൽ, ആശീർവാദ്, പൃഥ്വിരാജ്, ദിലീപ്, അങ്ങനെ കുറേ പേരാണെന്ന് ആലോചിക്കണം. ഇവരാണ് സിനിമാ സംഘടനയുടെ നേതാക്കന്മാർ, അല്ല നിർമ്മാതാക്കളുടെ നേതാക്കന്മാർ. അപ്പോൾ പരാതി പറയേണ്ട അവരല്ലേ. അവരറിയാതെ ഇവരെങ്ങനെ ഈ രേഖകളെല്ലാം ഇത് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ അത് രീതിയല്ല. കാരണം ഇത് എല്ലാ വർഷങ്ങളും ഇവർ സമരം പ്രഖ്യാപിക്കാറുണ്ട്. സമരം പ്രഖ്യാപിച്ച ഡേറ്റും കൂടി ആലോചിക്കണം. ജൂൺ 1 തീയതിയാണ്. ജൂൺ 1 മഴ പെയ്യുന്ന സമയമാണ്, പടം കുറവുള്ള സമയമാണ്. എന്തുകൊണ്ട് അതിനു മുമ്പ് റിലീസ് ചെയ്യുന്ന പടങ്ങൾക്ക് മുമ്പ് ഒരു സമരം പ്രഖ്യാപിച്ചില്ല? ഇപ്പോൾ മാർച്ച് 27 തീയതി, ഏപ്രിൽ 10 തീയതി മമ്മൂട്ടിയുടെ മോഹൻലാലിലെ പടം റിലീസ് ചെയ്യുന്ന ദിവസമാണെന്ന് ആലോചിക്കണം. എമ്പുരാനും മറ്റേ വേറെ എന്തുകൊണ്ട് അതിനോടനുബന്ധിച്ച് ഇവർ സമരം പ്രഖ്യാപിക്കുന്നില്ല? അപ്പോൾ അതൊന്നും അല്ല പ്രശ്നം. വേറെ ചില ആരെങ്കിലും സിനിമയായിട്ട് വരികയാണെങ്കിൽ ആ സിനിമയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഇവരെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ ഡേറ്റ് ആരെങ്കിലും ഇവർക്ക് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഇവന്മാരെ കൊണ്ടൊരു ഗുണമില്ല, ദോഷമല്ലാതെ ഗുണമുണ്ടായിട്ടില്ല. എനിക്ക് ഇവർ ലാഭം കിട്ടിയാലും കൊള്ളാം, ലാഭം കിട്ടിയാലും കൊള്ളാം. പക്ഷേ ഈ സുരേഷ് കുമാർ പറഞ്ഞ കണക്കുണ്ട്, ചിലവ് കൂടുതലാണെന്ന്. ഒരു സിനിമയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ് ശരിക്കും? ഇവിടെ 6 ലക്ഷം രൂപയ്ക്കും 8 ലക്ഷം രൂപയ്ക്കും സിനിമ ചെയ്തിട്ടുള്ളതാണ് ഹരിഹരൻ, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നക്ഷത്രങ്ങളും പഞ്ചാഗ്നിയും സൂപ്പർ ഹിറ്റായിട്ട് പോയിട്ടുള്ള സിനിമയാണെന്ന് ആലോചിക്കണം. അതിൻ്റെ കണക്ക് നോക്കിയപ്പോൾ അവസാനം ഹരിഹരനോടാണ് പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞതെന്ന് ആലോചിക്കണം. അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർ ആലോചിക്കണം. അപ്പോൾ ഈ കണക്കൊക്കെ എവിടെ പോയി? ഇപ്പം നമ്മൾ 3 കോടി എന്ന് പറഞ്ഞാൽ 10 കോടി വരുന്നു. ഈ 4ാമത്തെ കോടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് അറിയില്ലേ? അതെ. എന്തുകൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞില്ല? അല്ല, ഒരു ചക്രവ്യൂഹമല്ലേ. കാരണം ഇറങ്ങി തിരിച്ചു, ഇതെങ്ങനെയെങ്കിലും പൂർത്തിയാക്കണം. അതെ. പിന്നെ നിർമ്മാത ഈ പറഞ്ഞ പോലെ സംവിധായകൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും നടന്മാരുടെയും ഒക്കെ നീരാളിപ്പിടുത്തത്തിൽ നിർമ്മാതാവ് പെട്ടുപോവുകയാണ്. അല്ല, അങ്ങനെ അത് ചോദിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടി വരും. കമലിൻ്റെ ഒരു മകൻ ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്യാൻ പോയി. ഇവിടെ കമലിൻ്റെ നല്ല ഫ്രണ്ടാണത്, സംവിധായകൻ കമൽ. അപ്പോൾ മകൻ സംവിധാനം ചെയ്തപ്പോൾ 10 കോടി രൂപ ആദ്യത്തിലായിട്ടുണ്ട്. ഇവൻ പുതിയൊരാളാണെന്ന് ആലോചിക്കണം. ഞാനത് എഴുതി. അന്ന് മുതൽ ഞാൻ കമലിനെ എന്നെ കണ്ടുകൂടാ എന്നുള്ളതായിരിക്കും. ഈ പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് ഞാൻ ഇനി എടുക്കുന്നില്ല, കാരണം ഇത് നഷ്ടത്തിലേ വരുള്ളൂ എന്നറിയാം. ഇനി ഞാനൊരു 10 കോടി കൂടി ചിലവഴിച്ചാൽ എൻ്റെ ഇത് ആ 10 കോടി കൂടി പോകുകയാണത്. ആ 10 കോടി 20 കോടി നഷ്ടപ്പെടുത്തുന്നു. 10 വർഷത്തിന് മുകളിലായി കാണും. അതെ, അതിന് മുമ്പ് 10 കോടിയാണ് അന്ന് ആലോചിക്കണം. അപ്പം ഇങ്ങനെ ഒരാളുടെ മാത്രമല്ല, ഇങ്ങനെ ഇപ്പോഴും കമൽ ഞാനായിട്ട് അത്ര ടൈംസില്ല. കമൽ എന്നെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് മറ്റുള്ളവരെ കാശ് മേടിച്ചിട്ട് ചെയ്യുന്നത് ഇല്ലേ? ആ കാശ് മേടിക്കുമ്പോൾ നമ്മൾ പറയണം, സംവിധാനോട് പറയണം എത്ര ലക്ഷം രൂപയ്ക്ക്, എത്ര കോടിക്ക് തീർക്കും. ആ കോടിയിൽ നിന്ന് ഒരു പൈസ പോലും ഞങ്ങൾ തരില്ല, നഷ്ടം വന്നാൽ നിങ്ങൾ സഹിക്കണം എന്ന് പറയാത്തത് എന്താ? മുമ്പുണ്ടായിരുന്നല്ലോ ഇവിടെ. മുമ്പ് കുറച്ച് വർഷം മുമ്പ് ഇങ്ങനെ ഹോൾസെയിലായിട്ട് ഡേറ്റ് മേടിച്ച് സംവിധാനം പറഞ്ഞ് ഞാൻ ചെയ്തു തരാം. അപ്പോൾ അത് 3 കോടി എഗ്രിമെൻറ്റ് ചെയ്ത് മേടിച്ചിട്ട് 2 കോടി 2.5 കോടിക്കൊക്കെ തീർത്ത് ലാഭവും പോക്കറ്റിട്ടൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് സിനിമയുടെ ക്വാളിറ്റിയും കുറച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയാത്തവരല്ല അവർ.
സുരേഷ് കുറിയുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഇപ്പോൾ അവരെന്താണ് പറയുന്നത്? പിന്നെ യഥാർത്ഥ കണക്കുകൾ, ഏതെങ്കിലും സിനിമയുടെ യഥാർത്ഥ കണക്കുകൾ ഇന്ന് ആർക്കും കിട്ടുന്നുണ്ടോ? കാരണം നമ്മൾ അനുഭവിക്കേണ്ട പണമാണ് ഒരു ബ്ലാക്ക് വൈറ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്കല്ല, ഇവർ ബ്ലാക്കിനെ കുറിച്ച് പറയുന്നുണ്ടോ? മമ്മൂട്ടി എത്ര കോടി മേടിക്കുന്നു? മോഹൻലാൽ എത്ര കോടി മേടിക്കുന്നു? പൃഥ്വിരാജ് എത്ര കോടി മേടിക്കുന്നു? ദിലീപ് എത്ര മേടിക്കുന്നു? ഇങ്ങനെ ഇപ്പോഴത്തെ പുതിയ വമ്പ ടോവിനോ, ഇങ്ങനെ എല്ലാ മെയിൻ ആർട്ടിസ്റ്റുകളും നടികളും നടന്മാരും ടെക്നീഷ്യന്മാർക്ക് എത്ര വാങ്ങിക്കുന്നുള്ള യഥാർത്ഥ ലിസ്റ്റ് കൊടുക്കുന്നുണ്ടോ അവർ? കള്ളക്കണക്കല്ല. ആ കണക്ക് പറയുമ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് പോകേണ്ട പൈസയാണെന്ന് ആലോചിക്കണം. അത് ഇവർ ചെയ്യുന്നില്ല. ഇവർക്ക് ചില സൗന്ദര്യ പണക്കങ്ങൾ വരുമ്പോൾ മാത്രമാണ് സംഘടനയെ ദുരുപയോഗപ്പെടുത്തി ഇവർ സമരത്തിലേക്ക് നയിക്കുന്നത്. അല്ല, സിനിമയോടുള്ള സ്നേഹം കൊണ്ടല്ല. സിനിമയോട് സ്നേഹമുണ്ടെങ്കിൽ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിതം ഹോമിച്ച എത്രയോ നിർമ്മാതാക്കളുണ്ടെന്നറിയുക. അവർക്ക് ഡേറ്റ് കൊടുക്കേണ്ടതല്ലേ? എന്നാൽ ഇപ്പോൾ സുരേഷ് കുമാർ അടക്കമുള്ള, സുരേഷ് കുമാർ മോശം ആളൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അവരുടെ തീരുമാനങ്ങൾ, ഇപ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലും മറ്റു ആർട്ടിസ്റ്റിനും വേണ്ടി ഇവിടെ നിർമ്മാതാക്കൾ പരീക്ഷണം നടത്തിയിട്ടാണത്. വിജയിക്കുന്ന ഉറപ്പില്ല. അങ്ങനെ എത്രയോ സിനിമകൾ, ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിയുടെ 6 സിനിമകൾ പടപടാ പൊളിഞ്ഞു. നല്ല സിനിമകളായിരുന്നു. ജോഷി, ഡെന്നിസ് ജോസഫ് അടക്കമുള്ള ചെയ്തതാണ്. പടകളെ പൊളിഞ്ഞു. മമ്മൂട്ടിക്ക് അഡ്വാൻസ് കൊടുത്തവർ മമ്മൂട്ടിക്ക് അഡ്വാൻസ് അല്ലേ കൊടുത്തുള്ള പോട്ടെ എന്നൊരു മമ്മൂട്ടിയെ കംപ്ലീറ്റ് ഒഴിവാക്കിയെന്ന് ആലോചിക്കണം. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ടൊരു നിർമ്മാതാവ് വന്നു, ജൂബിലി ജോയി, ജോഷി, ഡെന്നിസ് ജോസഫ്, ഒരു തുരുപ്പ് ചീട്ട് കണക്കിയാണ് അവർ ന്യൂഡൽഹി ഉണ്ടാക്കിയെന്ന് ആലോചിക്കണം. ആ ന്യൂഡൽഹിയും വിജയിച്ചില്ലായിരുന്നെങ്കിലോ? അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ, ടെക്നീഷ്യനെ വളർത്താൻ വേണ്ടി നിർമ്മാതാവ് ത്യാഗം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉറപ്പുണ്ടോ? ഒരു പടം വിജയിക്കുന്നു ഒരു ഉറപ്പില്ല. ചില പടങ്ങൾ വിചാരിക്കാത്ത രക്ഷപ്പെട്ടു പോകുന്നതാണ്. ആ തകർന്നു പോകുന്ന നിർമ്മാതാവിനെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഏത് താരം, മമ്മൂട്ടി ആയിക്കോട്ടെ, ഈ ഇപ്പോഴത്തെ, അതായത് പ്രേംനസീറിന് ശേഷം വന്ന കുറച്ച് പേരല്ല, ഈ പുതിയ ആൾക്കാർ, കുറേ 40 വർഷമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരു നിർമ്മാതാവിനെ സഹായിച്ചിട്ടുണ്ടോ? അവർ നിലയ്ക്കണം. സഹായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരെന്താ ചെയ്യുന്നത്? അവർ പേരും പ്രശസ്തിയും OTT മറ്റെല്ലാം വന്നപ്പോൾ അവർ നിർമ്മിക്കുന്നു, അവരുടെ കുടുംബത്തിൽ തന്നെ വിതരണം ഉണ്ടാകുന്നു, തിയേറ്റർ ഉണ്ടാകുന്നു, 5 പൈസ പുറത്ത് പോകുന്നു. സുരേഷ് കുമാർ പറയുന്നത്, അതായത് ഈ OTT, ഈ കോവിഡിന് ശേഷം നിർമ്മാതാക്കളെന്ന് പറയുന്നത് താരങ്ങളാണ്. ആദ്യം ഒരു മോഹൻലാൽ നിർമ്മാതാവായിരുന്നു, ദിലീപ് നിർമ്മിച്ചിരുന്നു കോവിഡിന് മുൻപ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ എല്ലാ താരങ്ങളും നിർമ്മാണ രംഗത്തേക്കാണ്. താരങ്ങളുണ്ട്, മറ്റേ നടികളുണ്ട്. സുരേഷ് കുമാർ പറയുന്നത് വെച്ചാൽ ഇതിപ്പോഴല്ല ഉണ്ടായിട്ടുള്ളത്, കോവിഡിന് മുമ്പും ഉണ്ടായിരുന്നു ആലോചിക്കണം. കോവിഡ് സമയത്താണ് ഇവർ ശരിക്കും ലാഭം കൊയ്തെന്ന് ആലോചിക്കണം. എങ്ങനെ വേണം എടുത്തു കൊടുക്കാം? ഒരു മുറിയിലിട്ട് ഷൂട്ട് ചെയ്ത സാധനം കൊടുത്തിരുന്നത് അന്ന് ചിലവായിരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ട് അവരന്ന് പറഞ്ഞില്ല? അവരെടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. സിനിമ നിർമ്മിക്കേണ്ടത് സിനിമാ താരങ്ങളല്ല, അത് നിർമ്മാതാക്കൾക്ക് മാത്രമായിരിക്കണം. എന്താ തീരുമാനം എടുക്കാൻ പറ്റില്ല അവർക്ക്? അവർ അഭിനയിച്ച് കാശ് മേടിക്കുന്നില്ലേ? അതല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് ഗതികെട്ട ആൾക്കാരായിരിക്കാം സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അമ്മ ഇപ്പം എന്താ സിനിമ എടുക്കാത്തത്? മാക്ട എന്തുകൊണ്ട് സിനിമ എടുക്കുന്നില്ല? ഫെഫ്ക എന്തുകൊണ്ട് സിനിമ എടുക്കുന്നില്ല? ഇവർ സംഘടനകൾ എന്തുകൊണ്ട് സിനിമ എടുക്കുന്നില്ല? അപ്പോൾ അവർക്കറിയാം അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ ലാഭം ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതൊരു സത്യസന്ധമായ കണക്കല്ല. എനിക്ക് പറയേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രശസ്തരായ നടീനടന്മാർ, ഡയറക്ടർമാർ അവർ സിനിമ നിർമ്മിക്കരുത്, അതിനുള്ള വകുപ്പ് കണ്ടെത്തണം. പിന്നെ വിതരണത്തിനെടുക്കുകയാണെങ്കിൽ അത് അവർ മിനിമം ഗ്യാരണ്ടിയുള്ള പടങ്ങൾ വേറെ ആൾക്കാർ കൊടുക്കാൻ എന്താ കുഴപ്പം? പിന്നെ കണക്കുകൾ കൃത്യമായിട്ട് ഗവൺമെൻറ് പരിശോധിക്കണം, സർക്കാർ. കാരണം ഇതിൻ്റെ ഈ മുമ്പൊരിക്കൽ മന്ത്രിയായിരുന്ന അവസരത്തിൽ VM സുധീരൻ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിൽ ലെവി മാത്രം പിരിച്ചെടുത്താൽ നമുക്കിത് പലിശയ്ക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എത്ര കോടികൾ റവന്യൂ ആണ് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത് ആലോചിക്കണം. ഏതെങ്കിലും ഒരാൾ സത്യസന്ധമായിട്ട് പറയുന്നുണ്ടോ? ഇവിടെ ഞാൻ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 4-4.5 വർഷം ഒരു കേസ് നടത്തി. ഇവിടെ സിനിമയിലത്തെ കുറേ പേര് വന്നു. തിലകൻ്റെ കേസായിരുന്നു, എല്ലാവരും വന്നു. അത് തിരുവനന്തപുരം കോടതിയിലായിരുന്നു. അന്ന് ഓരോ ആർട്ടിസ്റ്റോടും അവരെ പ്രതിഫലം ചോദിച്ചപ്പോൾ അന്ന് 6 ലക്ഷം വാങ്ങിയിരുന്നൊരു നില പറഞ്ഞ 1 ലക്ഷം എന്നാണ് പറഞ്ഞു നിലയ്ക്കണം. അപ്പോൾ 5 ലക്ഷം എവിടെ പോയി? തിലകൻ്റെ മറ്റേ ഡാമിൻ്റെ ആ സമയത്തല്ല ഇത്. ഞാനിത് മംഗളത്തിലൊരു കോൾ എഴുതി തിലകൻ കേസ് കൊടുത്തു. അത് ഈ മറ്റേ വേറെ സിനിമ ഷൂട്ടിംഗ് സമയത്താണ് തിലകൻ്റെ കാര്യത്തിലാണത്. എനിക്കെതിരെ മലയാള സിനിമയിലെ 10 മമ്മൂട്ടി എല്ലാവരും വന്നു. പക്ഷെ കേസ് ജയിച്ചു നമ്മൾ. അതെ, പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് അവർ പറഞ്ഞത് ഈ 5 ലക്ഷം മാറ്റി വെച്ചിട്ടാണ് പറഞ്ഞതിലായിരിക്കണം. ഇപ്പം 5 ലക്ഷത്തിനകത്ത് കോടികളാണത്. അപ്പോൾ ആ കോടികൾ ഇവർ ബ്ലാക്ക് എവിടെ കൊണ്ടുപോകുന്നു?
ഈ ബ്ലാക്ക് എവിടെയൊന്ന് അന്വേഷിക്കാൻ ഇവിടെ സംഘടനയുണ്ടോ? ഗവൺമെൻറ് ഉണ്ടോ? എന്താ പറയാത്തത്? ഒരു എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ സിനിമാ സമരം ഉണ്ടാക്കിയത്. വർഷം എത്ര അറിയാലോ, കുറേ ദിവസങ്ങളോളം സമരമുണ്ടാക്കി പാവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ആ എഗ്രിമെൻറ്റ് ഇപ്പോഴും നിലവിലുണ്ട്. ആരെങ്കിലും എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാറുണ്ടോ? നിർമ്മാതാക്കൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ ഇവിടെ? എന്താ സുരേഷ് അത് പറയാത്തെ? ഏത് നിർമ്മാതാവിനാണ് പടമെടുക്കുന്ന നടന്മാരായ നിർമ്മാതാക്കൾ ഒഴിച്ച് കാശുമായി വരുന്ന ഏത് നിർമ്മാതാവിനും മാന്യതയുള്ളത്? തീരുമാനിക്കുന്ന ആരാണ്? സംവിധായകൻ. എത്ര സംവിധായകന്മാർക്ക് വിലയുണ്ട് ഇവിടെ? 1-2 പേർക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് പടം കുറവാണ്. ബാക്കിയൊക്കെ ഈ നടന്മാർ തീരുമാനിക്കില്ലേ? മമ്മൂട്ടി അറിയാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇവിടെ? എന്ത് വേണമെന്ന് മമ്മൂട്ടി തീരുമാനിക്കും. ലൊക്കേഷനിൽ 10 മാധ്യമ പ്രവർത്തകർക്കും പ്രവേശനമില്ല. എന്നിട്ട് ഷർട്ടിൻ്റെ കളർ പോലും പറയില്ല, സിനിമയുടെ പേര് പോലും പറയില്ല. അതൊക്കെ സസ്പെൻസ് അത്രേ. അതേ സ്ഥാനത്ത് എനിക്ക് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനോട് അഭിമാനം തോന്നുന്നു, പൃഥ്വിരാജിനോട്. പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ സിനിമയിൽ 36 കഥാപാത്രങ്ങളെക്കുറിച്ച് എല്ലാ ദിവസവും 2 രാവിലെ 10 മണി വൈകിട്ട് 6 മണി വരെ അവരഭിനയിച്ച ആൾക്കാർ ഞാൻ ഇന്ന കഥാപാത്രമാണെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടൊന്ന് ആലോചിക്കണം. അപ്പോൾ അതിനർത്ഥം എന്താ? സിനിമയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. മുൻപ് കാലത്ത് മംഗളം മനോരമയിൽ വന്ന നോവലുകൾ സിനിമയാക്കിയിരുന്നു. ആ സിനിമയാക്കുമ്പോൾ അവർ തന്നെ വലിയ പരസ്യം കൊടുത്തിരുന്നു. ഇന്നിലെ ജോസഫിൻ്റെ കഥാപാത്രം ഏത് നടൻ അഭിനയിക്കണം, അല്ലെങ്കിൽ ലിസിയുടെ കഥാപാത്രം ഏത് നടി ഇങ്ങനെയൊക്കെ പരസ്യം കൊടുത്തിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞ് നല്ല സാധനം കൊടുത്താലും വാങ്ങാനുണ്ടാവും. മോട്ടിച്ച സാധനം കൊടുക്കാൻ പേടിയുണ്ടായിരിക്കും, അത് മോഷണ വസ്തുവാണെന്ന് പറയില്ലേ? ഈ പണ്ട് നേരത്തെയുള്ള കാലത്ത് സിനിമയുടെ ഒരു പുഷ്കല കാലത്ത് ഇപ്പോൾ നമുക്കറിയാം എവർഷൈന്, ജൂബിലി, ആരോമ പോലെയുള്ള പ്രൊഡ്യൂസർമാർ, അത്ര വലിയ കമ്പനികളുണ്ടായിരുന്നു. പക്ഷെ അവർ പറയുന്നിടത്ത് ഈ നടന്മാർ നിൽക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അങ്ങനെ തന്നെ അത്. കാരണം അത് അവർക്കുള്ളൂ. നിങ്ങളെ വിളിച്ചാൽ, മമ്മൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ റോൾ പോലും ചോദിക്കില്ല, കാശ് മേടിക്കുക, പോവുക. അവർ സിനിമയോടൊപ്പം ഒരുമിച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജൂബിലി ആയിക്കോട്ടെ, സെഞ്ചുറി ആയിക്കോട്ടെ, സെൻട്രൽ ആയിക്കോട്ടെ, അരോമ ആയിക്കോട്ടെ, ഇവർ ഫുൾ ടൈം ലൊക്കേഷനുണ്ട് സിനിമയ്ക്ക് വേണ്ടി. ഇപ്പോൾ വരുന്നവർ അങ്ങനെയല്ല. ഇപ്പോൾ വരുന്ന പലരും വെച്ചാൽ മമ്മൂട്ടിയുടെ പടം ചെയ്യണം, മോഹൻലാലിൻ്റെ പടം, ഈ ഒരു ആവേശത്തിലാണ് വരുന്നത്. അവർ വിദേശത്ത് പോയി പാടുപെട്ടുണ്ടാക്കിയ കുറേ കാശുണ്ട്, അതിവിടെ കടന്ന് ഏതെങ്കിലും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ ഏൽപ്പിച്ച് പോകും. അവർക്ക് തോന്നുന്ന പോലെ അവർ ചെയ്യുന്നു. നഷ്ടം വന്നാലും ലാഭം വന്നാലും, നഷ്ടം വന്നാൽ അവർ വീണ്ടും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഇങ്ങനെ വരുന്നവരാണ് ഇവർ ചൂഷണം ചെയ്ത് ഈ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നത് ആലോചിക്കണം. ആ കാശ് നടികൾക്ക് കുറച്ചുള്ള, ഇപ്പോൾ മഞ്ജു വാരാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് മലയാളത്തിൽ നിന്ന് ആലോചിക്കണം. നടന്മാർ ഇവർക്ക് കോടികൾ കൂടി വന്ന് അവർക്കാണ് ഗുണം എന്ന് ആലോചിക്കണം അല്ലേ? 1000 കോടി 2000 കോടി രൂപയുടെ വീടൊക്കെ വയ്ക്കുന്നത് വെറുതെ ഒന്നുമല്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ട്. ഇവിടെ ഒരു അന്വേഷണമില്ല. ഒന്നാമത് സിനിമാക്കാരെ ആരാധിക്കുന്നവരാണ് ഭരണകർത്താക്കൾ എന്നായിരിക്കണം. ഭരണകർത്താക്കളായാലും പ്രതിപക്ഷത്തുള്ള ഏത് പാർട്ടിക്കാരായാലും അതൊന്നായിരിക്കണം. ആദ്യം ഇവർ അന്വേഷിക്കട്ടെ. ഇത്രയും എമൗണ്ട് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ കണക്കുകളോടെ എങ്ങനെ ഉണ്ടാക്കി, നിങ്ങളുടെ യഥാർത്ഥ പ്രതിഫലം എന്താ? നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ മാസം നമുക്ക് എത്ര കിട്ടിയാലും ഒരു കണക്കുണ്ട് അതിനല്ലേ? ആ കണക്കുണ്ട്. ഇവരുടെ രൂപ പ്രതിഫലം അവരാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ തീരുമാനിക്കുന്നത് വേണമെങ്കിൽ. അപ്പോൾ നിർമ്മാതാവിന് എന്താ വിലയുള്ളത്? അതേ സ്ഥാനത്ത് ഇവിടെ നല്ല നിർമ്മാതാക്കൾ ടി വാസുദേവനുള്ള ഗംഭീര നിർമ്മാതാക്കളുണ്ടായിരുന്നു. ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്ന സമയത്തിൽ ടി വാസുദേവൻ എന്നുള്ള പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ കാറിൽ ഒരു നടി കയറിയിരുന്നു, വേറൊരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ആ കാറ് വിറ്റ് കളഞ്ഞു. ശരി, നിങ്ങൾക്ക് വന്നിരിക്കാൻ വണ്ടി വേറെ ഉണ്ട്, എൻ്റെ വണ്ടിയിൽ ഒരു സ്ത്രീയോ വേറെ ആരും കയറില്ല. അങ്ങനെയുമുള്ള നിർമ്മാതാക്കളുണ്ടായിരുന്നു അവിടെ. പിന്നെ സംവിധായകർ, നട്ടുള്ള സംവിധായകരുണ്ട് ഇവിടെ. ഇപ്പോൾ ഹരിഹരനെ പോലുള്ള ആൾക്കാർ നട്ടലുള്ള സംവിധാനം തന്നെയാണ് ശരിക്കും ആലോചിക്കണം. ലൊക്കേഷനിൽ സമയത്തിന് ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിൽ ഞാൻ വിളിക്കില്ല. അവിടെ വിളിക്കില്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ മമ്മൂട്ടി തന്നെ എടുക്കുന്ന കാര്യങ്ങൾ. മമ്മൂട്ടി ആദ്യം ഹരിഹരൻ്റെ ഒരു പടത്തിൽ അവർ വികടകവിയിൽ അഭിനയിക്കാമെന്ന് അവസരം ഉണ്ടായിരുന്നു ഈ തുടക്കകാലത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് അഭിനയിച്ച് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ക്ലൈമാക്സ് എടുക്കണം. മമ്മൂട്ടി വരുന്നില്ല. മമ്മൂട്ടി വരുന്നില്ല, ആകെ വല്ലാതായി. വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ക്ലൈമാക്സ് എടുത്തത്. പിന്നെ ഒരിക്കലും ഹരിഹരൻ വിളിച്ചിട്ടില്ല. അതായത് ആ പടത്തോടുകൂടി പിന്നെ കുറേ നാൾ മമ്മൂട്ടി അഭിനയിച്ചില്ല. പിന്നെ വന്നതെന്ന് മമ്മൂട്ടി വലിയ വളർന്നു വരുമ്പോൾ എന്നറിയാം. ഇപ്പോൾ വളർന്നു വരുമ്പോൾ ഒരു വലിയ ഉയരങ്ങളിലുള്ള കാര്യങ്ങളാണ് പറയുക. ഈ വടക്കൻ വീരകഥയാണ് പിന്നെ അഭിനയിച്ചിട്ടുള്ളത് വന്നത്. അത് MT വിളിച്ചെന്തോ പാരിതോഷ്യം കൊടുത്ത പോലെ മമ്മൂട്ടി. ഞാൻ പറഞ്ഞാൽ കള്ളമാണെന്ന് പറഞ്ഞത്. കാരണം അതിന് ഞാനാ കാരണം ഹരിഹരനറിയാം. അളകാപുരി, കോഴിക്കോട് അളകാപുരി നിൽക്കുന്നത് ഞങ്ങൾ കൂടുതൽ അടുപ്പമുള്ള ആൾക്കാരാണ് ശരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളെ ഞാൻ ഒന്ന് കൊണ്ടുവരും. ആരോട് തൻ്റെ കൂട്ടുകാരൻ വലിയ മമ്മൂട്ടിയാണോ?
അല്ല അല്ല മമ്മൂട്ടിയാണെങ്കിൽ കണ്ടിപ്പിക്കണ്ട കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഹരിഹരൻ പറഞ്ഞു. ആ അപ്പോൾ അന്നോട് സോമചേട്ടനുണ്ട്. അത് കഴിഞ്ഞാൽ പറയല്ല, ഈ ഒരു സ്റ്റാർ ഇൻ്റർവ്യൂ ഉണ്ട് ഞങ്ങളൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും, ഹരി സാറിന് ഇൻ്റർവ്യൂ എടുക്കാനാണ്. ഓക്കെ ആയിക്കോട്ടെ. വൈകിട്ട് ഞാൻ വന്നു, ഡോർ നോക്ക് ചെയ്ത് ഞാൻ ആദ്യം കിടന്നു. എവിടെ നിങ്ങളുടെ ആൾ? മമ്മൂട്ടി കണ്ടപ്പോൾ എന്നെ വളരെ രൂക്ഷമായിട്ട കാര്യം നോക്കിയേ. ചതിക്കല്ലേ അല്ലെന്ന് കള്ളം പറഞ്ഞാൽ കൊണ്ടുവന്നു. ആ പിന്നെ, കാരണം ഇയാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെങ്കിലും ഇങ്ങനെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ളതാണ് ചലയിക്കണം. അപ്പോൾ ഇൻ്റർവ്യൂ എല്ലാം എടുത്ത് കഴിഞ്ഞ് ഈ ഗുണകരമായ രീതിയിൽ ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വരുമ്പോൾ താൻ എന്തിനതൊക്കെ ചെയ്ത ആവശ്യമില്ല. അത് എം ടി ആയുള്ള സ്വന്തം ആളല്ല. എം ടി പറഞ്ഞിട്ടില്ല, ഓക്കെ പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല അത് തലവേദനയാവും. ഞാൻ പറഞ്ഞു അത് ഉറപ്പ് ഫലം, അതുകൊണ്ട് തലവേദന ഉണ്ടാകില്ല, പഴയ കാര്യങ്ങളൊക്കെ മറക്കും. അങ്ങനെ എം ടിയും ഇതും കൂടിയിട്ടാണ് വീണ്ടും അയാൾക്കൊരു എൻട്രി കൊടുത്താൽ ഇടയ്ക്ക്. ആ എൻട്രി കൊടുത്ത് 15 ദിവസം കഴിഞ്ഞ് ഹരിഹരൻ എന്നെ വിളിച്ചു. താനല്ലേ പറഞ്ഞു എനിക്ക് തലവേദന ഉണ്ടാക്കില്ല എന്ന്. ഭയങ്കര തലവേദനയപ്പോൾ ഇയാൾ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഷൂട്ടിങ്ങിനിടയ്ക്ക് അത് കഴിഞ്ഞ് ഈ വടക്കൻ വീരാഗ്രത നാഷണൽ അവാർഡ് കിട്ടിയവർക്ക്. അപ്പോൾ ഹരിഹരൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൽ പറഞ്ഞു അതിന് കാരണം പല്ലിശ്ശേരിയാണെന്ന് അങ്ങനെ പറഞ്ഞു പോയി. അത് ഏതോ പത്രത്തിൻ്റെ വാചകമേളയിൽ എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട് ഇയാളൊരു രോഷാകുലനായി രൗദ്രഭാവത്തിൽ നിന്നിട്ട് എന്നെ വിളിച്ചു. താനാണ് എനിക്ക് ദേശീയ അവാർഡ് എന്ന് പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വടക്കൻ വീരഗാഥയിൽ അഭിനയിക്കാൻ ഞാൻ തന്നെ കാരണം. അത് ഹരിഹരൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്കറിയാലോ അറിയാനുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നൊരിക്കൽ ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ വീണ്ടും ഇയാൾ മനസ്സിൽ വെച്ചിട്ടിരിക്കുന്ന സാധനമാണെന്നായിരിക്കും വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇത്തവണ ദേശീയ അവാർഡ് കിട്ടി, താൻ മുഖാന്തരമായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു മമ്മൂട്ടി ഇത്രയും ചീപ്പാവരുത്, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് അയാൾ ചില നേരത്തെ സ്വഭാവം എന്നാലോചിക്കണം. അപ്പോൾ വളർന്നു കഴിഞ്ഞാൽ തിക്തമായ അനുഭവങ്ങളാണെന്ന് ആലോചിക്കണം ഇവിടെ. എന്തിനാ IV ശശി എന്നുള്ള സംവിധായകൻ ഒരു മോശം സംവിധായകൻ എന്ന് ആരും പറയില്ല. അതെ, അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന നടന്മാർ ലൊക്കേഷനിൽ ഇങ്ങനെ ഷോട്ട് വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടെന്ന് ആലോചിക്കണം. അയാൾ ഓരോരുത്തർക്കും ഓരോ കാലമുണ്ടെന്ന് ആലോചിക്കണം അല്ലേ. അവർ വീടിൻ്റെ അവസാന സമയത്താണത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഡേറ്റ് കൊടുക്കുന്നില്ല. ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇദ്ദേഹം മുമ്പ് പറഞ്ഞതിൻ്റെ പ്രതികാരമായിരിക്കാൻ ചെയ്തിട്ടുണ്ടാവുക. ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹത്തിനൊക്കെ വീടിൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നവരാണ് ഇവരിൽ പലരും ആലോചിക്കണം. അവരൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതല്ലേ. അങ്ങനെ വരുമ്പോൾ പരസ്യമായിട്ട് എവിടെയാണ് വയ്ക്കുന്നത്, ഇവിടേക്കാണ് വയ്ക്കുന്നത്, അങ്ങനെയും ഗതികേട് കൊണ്ട് നിന്ന ഒരാൾക്കാരുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ സാമ്രാജ്യം ഉണ്ടാക്കിയവർ അധികാരത്തിൽ അവർക്ക് ഏത് അദ്ദേഹം വളർത്തിക്കൊണ്ടോ പിന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കല്ലോ അവർ. ഇപ്പോൾ അവർ സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറും ഒക്കെ അല്ലേ അവരിപ്പോൾ അത് പെടുവോ അതിൽ ഈ പറഞ്ഞ. പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ മെഗാ സ്റ്റാർ എന്ന് പറഞ്ഞാലും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാലും മറ്റൊന്ന് പറഞ്ഞാൽ ഇതൊക്കെ പെടുന്ന ആൾക്കാരാണത്. ഓരോരുത്തരുടെ സ്വഭാവം വേറെ രീതിയിലാണ്. ചില ആൾക്കാർ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെ കത്തിയെടുത്ത് കുത്താൻ തോന്നും വരെ. കാരണം അത് ചില കാര്യങ്ങൾ പറയാമെന്നറിയാം, നമുക്ക് വേദന വരുന്നുണ്ട്. കാരണം നമ്മളൊരിക്കലും ആരും ചതിച്ചിട്ടില്ല. നമ്മൾ ഇവന്മാരെ എന്നല്ല ഒരാളുടെ കയ്യിൽ നിന്നും 5 പൈസ വാങ്ങിച്ചിട്ടില്ല എന്ന് പറയും. ഈ 5 പൈസ വാങ്ങിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ പറയുക, ഒരാൾ പറഞ്ഞാൽ മതി എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ പല്ലിശ്ശേരി വാങ്ങിയിട്ടുണ്ട്, ഞാൻ അയാൾക്ക് മദ്യപാനം മേടിച്ചിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്. ഒരാൾ പറയട്ടെ. ഞാനിവിടെ ഈ 40-45 വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ പലരും ചോദിക്കാറുണ്ട്, താൻ മമ്മൂട്ടി നിനക്ക് മാസശമ്പളം തരുമെന്ന് പറഞ്ഞു. അതേ മാസശമ്പളം തരുന്നത്, കുഴപ്പമെന്താ അതുകൊണ്ടായൊരു മോഹൻലാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറയും എന്നെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ ഇങ്ങനെ താങ്കൾക്ക് ഈ ഇൻഡസ്ട്രി പരിചയമുള്ള സമയം മുതൽ തന്നെ ഇങ്ങനെ പണവും മദ്യമൊക്കെ കൊടുത്ത് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ. പിന്നെ അത് സ്വാഭാവികമല്ലേ, അങ്ങനെ വാങ്ങുന്നവരും ഉണ്ടായിരുന്നല്ലേ. എത്രയോ പേര്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുക, എന്നെ സംബന്ധിച്ച് ഇത്രയും വർഷം ജോലി ചെയ്ത എനിക്ക് ഒരു തുരുമ്പിച്ച സൈക്കിൾ പോലും എനിക്ക് സ്വന്തമായിട്ടില്ല. ഞാൻ ഇന്നിവിടെ വന്നിരുന്ന് ഇപ്പോൾ പോകണമെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലും മരുന്ന് വാങ്ങണമെങ്കിലും ഞാനിപ്പോൾ ജോലി ചെയ്ത് മാത്രമേ ഉള്ളൂ. എന്തിനാ പത്രപ്രവർത്തന പെൻഷൻ പോലും 15 വർഷമായിട്ട് എനിക്ക് തരുന്നില്ല എന്ന് ആലോചിക്കണം. ബാക്കി എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ. എന്നിട്ടും ഞാനിവിടെ ഒരു പരാതിയും പറയുന്നില്ല. അതേ സ്ഥാനത്ത് ഒരു സെർച്ച് ചെയ്യുക, മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ പലരും സിനിമയിലെടുത്ത് നോക്കുക, അവരൊക്കെ നേടിയത് കാരണം അവർ സുഖിപ്പിച്ച് എന്നുള്ളതാണത്. ഞാനൊരു മാധ്യമത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കടപ്പാട് ആ മാധ്യമത്തിനോടും വായനക്കാരോടും മാത്രമാണ്, എനിക്ക് ഇവരോടൊന്നുമില്ല. പിന്നെ ഇവർക്ക് കൊടുക്കണമൊക്കെ നമ്മളൊരു പ്ലസ് പോയിന്റാണ്. ഇപ്പോൾ പലതിനാണ് ഇങ്ങനെ സൂപ്പർ താരങ്ങൾ അല്ലെങ്കിൽ നടന്മാർ ഇവരെ ഇങ്ങനെ സ്വാധീനിക്കുന്നത്, അവരെ കൂടെ നല്ല എഴുതുക നല്ല കാര്യങ്ങൾ പറയുക. അങ്ങനെയല്ല, ഇവർ ഒരു പരിധി കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ 2 ടീമാണ് പലപ്പോഴും ഈ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്തകൾ തരും.
അപ്പോൾ ആ വാർത്തകൾ എനിക്കൊരു നിർബന്ധമുള്ളത് കുടുംബ ബന്ധം തകർക്കുന്ന ഒരു വാർത്തയും ഞാൻ ഇന്നവരെ കൊടുത്തിട്ടില്ല, കൊടുക്കൂല. അതല്ല നമുക്ക് താല്പര്യം. അല്ലാണ്ട് രസകരമായ കാര്യങ്ങൾ അഹങ്കാരം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കണം. അപ്പോൾ അത് ഒരു പബ്ലിസിറ്റിക്ക് ഒരു ഘട്ടം വരെ നല്ലതാണ്. പിന്നെ ഇവരിന്ന് വളർന്നു വരുമ്പോൾ ഇവരെന്നെ സ്വയം ചെയ്യും, അവർക്ക് വലിയൊരു ഇമേജ് ഉണ്ടെന്നുള്ളത്. ഇവരുണ്ടാക്കുന്ന ഇമേജാണ്. പിന്നെ അതിനനുബന്ധമായിട്ടാണ് ഫാൻസ് ഉണ്ടാക്കുന്നത്, മറ്റുണ്ടാക്കുന്നത്, മറിച്ചുള്ള എല്ലാം ഇവർ തന്നെ ഇവരുടെ രൂപം ഇവർ വലുതാക്കി സ്വയം കൊണ്ടുവരിക എന്ന് ആലോചിക്കണം. അപ്പോൾ ഇവരെക്കുറിച്ച് നന്നായി നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ, പൂജിക്കണം മാത്രമേ പറയാൻ പാടുള്ളൂ. എന്തെങ്കിലും ഒരു അപശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ അവരവില്ലാണ്ടാക്കും. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു പയ്യൻ നമ്മുടെ അബിയുടെ ഒരു മകനുണ്ട്. ഞാൻ ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തിയ ചെറുപ്പക്കാരനെ. എനിക്ക് ആ ചെറുപ്പക്കാരൻ്റെ നേരിട്ട് ഒരു പരിചയമില്ല. ഷെയ്ൻ നിഗം. ഞാനതിൽ 3 വർഷം മുമ്പ് തന്നെ, അന്ന് ഞാൻ നാനയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റാണ്, അല്ല ജനീയത്തിൻ്റെ. ഞാൻ ആ ചെറുക്കനെക്കുറിച്ച് നന്നായിട്ട് തന്നെ എഴുതി. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ ഈ പയ്യൻ്റെ പടം കളിക്കുന്ന തിയേറ്ററിൻ്റെ അവിടെ പോയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും കൂടി പറഞ്ഞു ഇവൻ്റെ ബാനറോ പോസ്റ്ററോ ഒന്നും വയ്ക്കാൻ പാടില്ല, എൻ്റെ സിനിമ തരില്ല എന്ന് പറഞ്ഞാലേക്കണം. ഇവർക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഷെയ്ൻ്റെ പടത്തിലല്ലേ ഓടുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ, അവർ ചായം പൂശുമ്പോൾ അത് കഴുകിക്കളഞ്ഞാൽ പലരും വൃത്തികെട്ട മുഖങ്ങളെന്ന് ആലോചിക്കണം. അവർക്ക് എന്താ ഇപ്പോഴും അവരുടെ ഒരു അരക്ഷിതാവസ്ഥയാണ്. അതെ, അരക്ഷിതാവസ്ഥ എന്നുള്ളതല്ല, ഒരു പക്ഷേ അവരെ വേണ്ട രീതിയിൽ അവരിങ്ങനെ തൊഴിലുണ്ടാവില്ല, കാല് കഴുകി വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ അച്ഛനുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. ആയിക്കോട്ടെ, അച്ഛനുള്ള ദേഷ്യം കൊണ്ട് പ്രതികാരം ചെയ്യണ ഒരു മകൻ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് മാത്രമാണെന്നായിരിക്കണം. അവൻ ആണോ ശരിക്കും അറിയാം ഞാൻ ഇന്നത് ചെയ്യാൻ കാരണം പൃഥ്വിരാജ് നമ്മുടെ ക്ലോസിനില്ലല്ല. സുകുമാരനോട് മലയാള സിനിമ ചെയ്ത ദ്രോഹം എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ മകനാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ ഇല്ലാതാക്കാൻ നോക്കിയില്ല ഇവിടെ, എല്ലാം സാധിച്ചവിടെ. തൊടാൻ പറ്റുമോ? അവിടെ തൊടാൻ പറ്റിയില്ലല്ലോ. പൃഥ്വിരാജ് പിന്നെന്താ പറഞ്ഞില്ലേ, ഞാൻ ഇത്രാമത്തെ വർഷം പടം സംവിധാനം ചെയ്യും, എഴുതും, പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് അച്ചിട്ട് പോലെ നടക്കല്ലേ. ഇപ്പം എന്താ ഹിന്ദിയിൽ സിനിമ നിർമ്മിക്കാൻ പോവല്ലേ, സാമ്രാജ്യം പിടിച്ചടക്കിയില്ലേ. ആദ്യത്തെ സിനിമയിൽ ലൂസിഫറിലോട് തന്നെ ആൾ മാറിയില്ലേ. മൂന്നാമത്തെ പടം എമ്പുരാൻ ഇതുമല്ലേ. രണ്ടാമത്തെ ബ്രോഡാഡി അത് വേറെ സ്റ്റൈലുള്ള സിനിമയായിരുന്നില്ലേ. അപ്പം പ്രതികാരം എന്ന് പറഞ്ഞാൽ മക്കളുടെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണിത്. അവരെ തൊടാൻ പറ്റിയിട്ടുണ്ടോ? കഴിവുണ്ടേ. ഇങ്ങനെയും കുറേ പേരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നത് സിനിമയിൽ ഗ്രൂപ്പുകൾ, ജാതികൾ. ഞാൻ ആദ്യം ജാതിയുടെ എന്ന് പറഞ്ഞ ഒരാളല്ല. ജാതി വളരെ വ്യക്തമായിട്ട് ജാതിയുണ്ട്. അത് അറിയണമെങ്കിൽ സിനിമയുടെ എഴുതി കാണിക്കില്ലേ, ആ പേരുകൾ നോക്കിയാൽ മതി. ശരിയാണ്, ചിലർക്ക് ഇന്ന ആൾക്കാർ വേണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ മമ്മൂട്ടി അത്രയും സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് ജാതിയുടെ പ്രശ്നം തന്നെയാണത്. അത് ഞങ്ങൾ നാണയിലും തുടങ്ങിയിട്ടുള്ളതാണ്. മമ്മൂട്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് വേറൊരു സഹായം ഉണ്ടായിട്ടല്ല. മമ്മൂട്ടി വന്നു ചെറുപ്പക്കാരൻ കൊള്ളാം എന്നുള്ളത് തന്നെയാണ്. അത് വന്നു ഒരു ഇവൻ പറഞ്ഞു നമ്മളൊക്കെ ഹിന്ദുക്കളാണല്ലോ. ഞാൻ ഹിന്ദുവല്ല. സിനിമയിൽ തന്നെയുള്ള ആളാണ്. ഒരാളൊന്നുമല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത് ജാതിയും അതില്ലാണ്ട് വന്നിട്ട് ഞങ്ങൾ വളർന്നു. അങ്ങനെയാണത്. ഞങ്ങൾ ബേസിക് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല, പഴയ കമ്മ്യൂണിസ്റ്റുകാരാണത്. അതുകൊണ്ട് ഇവിടെ ജാതിയും മതമൊന്നുമില്ല. മാത്രമല്ല, നിങ്ങളീ പറയുന്ന പോലെ സ്വാതന്ത്ര്യ സമരം എടുക്കുമ്പോൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എടുക്കുമ്പോൾ നിങ്ങളീ പറയുന്ന എത്ര ഹിന്ദുക്കളതിലുണ്ട്? അതിൽ നിങ്ങൾ വേണം മുസ്ലിം നാമാരി എണ്ണം ഞാൻ പറയാതെ വേണമെങ്കിൽ അതെങ്കിലും ആലോചിക്കണ്ടേ എന്നന്ന് പറഞ്ഞ്. അപ്പോൾ അവർ നിങ്ങൾ അനുഭവിക്കും, ഞാൻ അനുഭവിക്കാം. കാരണം ഞാൻ എത്ര വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ ഞാൻ പോകുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഈ 45 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ. ഒരുത്തം പറ, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടോ? പല രീതിയിലും ഓഫർ ചെയ്തിട്ടുണ്ട്. എന്താ വേണ്ടത് എനിക്കാണ് എളുപ്പമുള്ളത്. എന്താ വേണ്ടത് അങ്ങനെ അല്ല, അത് കുറ്റം പറയല്ല, അതൊരു സൗഹാർദ്ദ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് സ്തുതിഗീതങ്ങൾ പാടുന്ന ആൾക്കാർ നോക്കുക. ഇപ്പം എന്താ, ഇപ്പോൾ മുമ്പൊക്കെ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ആരെങ്കിലും നടക്കുമോ? ഇപ്പോൾ സിനിമയിലത്തെ ഒരു 4-5 സംഘം പോലെ. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒക്കെ ഇടതും വലതും പുറകിലും മുമ്പിലൊക്കെ എത്ര പേരുണ്ടായിരിക്കും, ബോഡി ഗാർഡ് പോലെ. അങ്ങനെ ഇവർക്ക് അത് വിട്ട് സങ്കല്പിക്കാൻ പറ്റില്ല. എനിക്ക് വിഗില്ല, എൻ്റെ നരയണത്, ഇതാണ് എൻ്റെ രൂപം. ഇവരുടെയൊക്കെ മാറ്റിക്കഴിഞ്ഞാലോ
നമ്മൾ ഇവരെ ആരാധിക്കുന്നത് സ്നേഹിക്കുന്നത് രൂപം കൊണ്ടും അഭിനയം കൊണ്ടും മാത്രമാണ്. എന്ത് പേരുടെ രൂപം? ഈ വിഗൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റമുണ്ടായിരിക്കും എന്ന് ആലോചിക്കണം. അങ്ങനെയാണ് ഇവരുടെ മനസ്സ് ഇവർ സൂക്ഷിക്കുന്നത്. ഇനി കോടാനുകോടി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കില്ലേ, ഇതെന്തിന്? നമ്മളെന്താ അതൊന്നും ചിന്തിക്കാത്തത്? കുറേ പാവങ്ങൾ വീണ്ടും വന്ന് പെടില്ല ഇവിടെ. ഈ തുടക്കകാലം മുതൽ പത്രപ്രവർത്തന രംഗത്ത് വന്ന സമയം മുതൽ ഈ രണ്ട് നടന്മാരുമായിട്ടും മമ്മൂട്ടിയുമായിട്ടും മോഹൻലാലുമായിട്ടും അടുപ്പം ഉണ്ടായിരുന്നു. അത് മമ്മൂട്ടിയുടെ ആയിരുന്നു അടുപ്പം കൂടുതൽ. മോഹൻലാലിൻ്റെ പ്രത്യേകത എന്താ പറയുക? മോഹൻലാൽ അങ്ങനെ പെട്ടെന്ന് അടുക്കുന്ന സോപ്പിടാൻ മോഹൻലാൽ അങ്ങനെ ഒരാളെ സോപ്പിടുന്ന ഒരാളല്ല. എനിക്ക് മോഹൻലാലിനുള്ള റെസ്പെക്റ്റാണിത്. കാരണം എനിക്ക് അയാളൊരു ഗുണം ചെയ്തിട്ടില്ല, വാർത്തയുടെ പേരിലും ഗുണം ചെയ്തിട്ടില്ല. പക്ഷേ മോഹൻലാൽ അങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി പുറകെ നടക്കുക, കൈകാല് പിടിക്കുക, അങ്ങനെ ഒരാളല്ല. മമ്മൂട്ടി വേറെ ദോഷം ചെയ്തിട്ടല്ല. മമ്മൂട്ടി നമുക്ക് എപ്പോഴും ഇടപഴകാം നന്നായിട്ട്, എന്തു വേണമെങ്കിൽ പറയാം. നമ്മൾ ഇടപെടാന്നുള്ള സ്റ്റേജ് മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴല്ല കേട്ടോ. അങ്ങനെ സ്റ്റേജ് നല്ല രസകരമായ അനുഭവങ്ങൾ തന്നെയായിരുന്നു. നല്ല വാർത്തകൾ. ഒരു തവണ നമ്മൾ ആലോചിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ 7 സിനിമയുടെ ഷൂട്ടിങ്ങാണ്. 7 സിനിമ ഒരേ ദിവസം. മനുഷ്യന് വിശ്രമമില്ല. ഞങ്ങളൊപ്പം ഈ 7 സിനിമയും ഞങ്ങൾക്ക് നനയുടെ പ്രത്യേക പരിപാടിയാണ്, മൊത്തം എഴുതാൻ വേണ്ടിയിട്ട്. ഇയാൾ ഉറക്കമില്ല, ഞങ്ങൾക്ക് ഉറക്കമില്ല. ഇയാൾ ലൊക്കേഷൻ ഒന്ന് ഉറങ്ങുക. ഇങ്ങനെയും പാടുപെട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയും നമ്മൾ സഹകരിച്ചിട്ടുള്ളതാണെന്ന് ആലോചിക്കണം. പിന്നെ വളർച്ച വരുമ്പോൾ ഈ പോലീസുകാരുടെ തലയിൽ തൊക്കി പോകുമ്പോഴല്ലോ അവർക്ക് വില കുറയുന്ന പോലെയാണ്. അപ്പം ഞാൻ ഇടക്കാലത്ത് വെച്ച് മാധ്യമപ്രവർത്തനം നിർത്തുന്നൊരു സംശയം തോന്നിയവർ. അത് നിർത്തി ഞാൻ കുറേ കാലം എഴുത്തിലേക്ക് പോയി, തിരക്കഥ എഴുതാൻ പോയി, സീരിയലൊക്കെ പോയി, കുറേ കടം വീട്ടാൻ പോയി. ശരി, അത് വന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വന്നാണ് അവർക്ക് ഇഷ്ടമില്ലാത്തത്. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ഞാനിവരെ ദ്രോഹിക്കാറില്ല. ചെറിയ കാര്യങ്ങൾ പറയാണ്ട് പറ്റുമോ? പക്ഷേ ഈ പറഞ്ഞു വരുമ്പോൾ മംഗളത്തിൽ വന്നപ്പോൾ ഒരു രസമുണ്ട്. സിനിമാ മംഗളത്തിൽ എഡിറ്ററായി വന്നപ്പോൾ ആദ്യം മമ്മൂട്ടി വിളിച്ചു പറഞ്ഞു, അയാളെ വെക്കല്ലേ, പുലിവാലായാലും മറ്റാണ്. അപരലോകം അല്ലേ? അപരലോകമല്ല, എഡിറ്ററായിട്ട് വന്നപ്പോഴാണ്. പിന്നെയാണ് അല്ല, അപരലോകം ഉണ്ടാകാൻ കാരണം മധുസാറാണ്. മധു വൈപ്പന വെച്ചാൽ യോഗ്യനായൊരു മാധ്യമ പ്രവർത്തനം. അയാൾക്ക് നമ്മളപ്പം ഞാൻ സ്നേഹം കൊണ്ടൊരു ചായ തരും, ശരി ചായ കുടിക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പോലും ചായ മേടിച്ച് കുടിക്കില്ല. സഹപ്രവർത്തകർ പോലും ചായ മേടിച്ച് കുടിക്കാതെ അത്രയും ജെന്റിൽമാനായിരുന്നു. പിന്നെ മുഖം നോക്കി എഴുതുമ്പോൾ ആരും നോക്കില്ല. അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. എഴുതി വന്ന അദ്ദേഹം പോകുന്ന സമയത്താണ് ഞാൻ വന്നത്. അപ്പോൾ ഇയാൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ ഇതിനൊക്കെ രൂക്ഷമായിട്ട് ചെയ്യും. അപ്പോൾ അയാൾ പറഞ്ഞ് 1 ലക്ഷം ഞാൻ സഹായിച്ചിട്ട് അയാൾ നന്ദി അയാൾ കാണിക്കില്ല. അപ്പോൾ ഞാൻ സാറ് വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കില്ല, പക്ഷേ എന്നാൽ വിശ്വസിക്കണം. ഈ 1 ലക്ഷത്തിൻ്റെ കഥ 1 ലക്ഷത്തിൻ്റെ കഥ ഒരു ചതിയുടെ കഥയാണെന്ന് ആലോചിക്കണം. കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പോഴും 50,000 രൂപ മമ്മൂട്ടി എനിക്ക് ഈ വർഷം കുമ്പോൾ തരാണ്ട്. പലിശടക്കത്തിനുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ. ഇത് അയാളുടെ കാശല്ല. അദ്ദേഹം വെച്ച് സിനിമ എടുക്കുന്നു, ആ സിനിമ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആവുന്നു. അതിൻ്റെ മാക്കലി പിന്നീടാണ് മന്ത്രിയായത്, MLA ഒക്കെ ആയത്. മമ്മൂട്ടി പരിചയമില്ല, ഗൾഫിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണിത്. സിനിമ എടുക്കാൻ വന്നു, എൻ്റെ സുഹൃത്താണിത്. അങ്ങനെ ആര് സിനിമ എടുക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശ്വസിക്കാവുന്ന ഒരാൾ മാക്കലിയാണ്. അങ്ങനെ പരിചയമായി. അപ്പോൾ മാക്കലിയോട് പറഞ്ഞു, ഇതാ പല്ലിശ്ശേരിയുടെ സിനിമയാണത്, നിങ്ങൾ ഇത്ര ലക്ഷം രൂപയ്ക്ക് കച്ചവടമാക്കുന്നു. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യൂ, 1 ലക്ഷം രൂപ മമ്മൂട്ടി പല്ലിശ്ശേരിക്ക് കൊടുക്കണം. അത് മഹാറാണി ഹോട്ടലിൽ അവർ എഴുത്തിൻ്റെ ബില്ല് തീർക്കേണ്ടി വരുന്നതാണ്. അവർ സമ്മതിച്ചു. പക്ഷേ അവർ 50,000 രൂപ എനിക്ക് ചെക്ക് തന്നുള്ളൂ എന്നുള്ളതാണ്. അതും എവിടെ, മലപ്പുറം പെരിന്തൽമണ്ണയല്ല, എനിക്ക് എറണാകുളത്തെ ബാങ്കിലാണ് തന്നത്. അങ്ങനെ അതിനു മുമ്പ് മമ്മൂട്ടിക്ക് 1 ലക്ഷം ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, 50,000 രൂപ തിരിച്ചും മേടിക്കുന്നുണ്ട്. ഇതാണ് സംഭവം. അത് ഞാൻ പറഞ്ഞ് കഴിയുകയും ചെയ്തു. അപ്പോൾ അത്രയും ചീപ്പായിട്ട് പറയുന്ന ഒരാളാണ് മമ്മൂട്ടി എന്ന് ആലോചിക്കണം. അപ്പോൾ കണക്ക് പറഞ്ഞു ഇപ്പോഴെന്താ എനിക്കല്ലേ കാശ് തരണം, 50,000 അങ്ങോട്ട് കിട്ടാൻ, എനിക്ക് 50 തരണ്ട, ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നതാ, എനിക്കത് വേണ്ട. ആ പടം നടന്നില്ല, പടം നടത്തിയില്ല. എനിക്ക് ജീവിച്ചല്ലേ മതിയാവൂ. ഞാൻ ഇതുവരെ ബംഗ്ലാവിൽ താമസിച്ച ഒരാളല്ല, പട്ടിണി കിടന്നിട്ടില്ല മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ തന്നെ ഉണ്ടാകുന്ന പറഞ്ഞു, അതൊന്നും പറയുന്നില്ല. പക്ഷേ ശരിക്ക് കുറേ വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വാണ്ടറിങ് എന്നുള്ള സംഭവമുണ്ട്. ചില സീരിയൽ വരുന്നുണ്ട്, എന്നാൽ മനസ്സിലിട്ടില്ല, കടങ്ങളായി. സത്യം പറഞ്ഞാൽ ഞാനിവിടെ തിരുവനന്തപുരത്ത് വെങ്കടേശ്വര ലോഡ്ജിലാണ് താമസിക്കുന്നത് സ്ഥിരം. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീം അവിടെ ഉണ്ട്, ടോം ജേക്കബ്, ഇപ്പോഴത്തെ ഹാരിസൺ, ഇങ്ങനെയൊക്കെ ഒരു ടീം എന്നാണ്. അവരൊക്കെ വലിയ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ സത്യത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് പറയണമെന്ന് ആലോചിക്കണം, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചതാണത്. സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ടോം ജേക്കബ് വരുന്നു. ജേക്കബ് പറഞ്ഞു, ഡേ നമുക്ക് തലശ്ശേരി വരെ പോവാം. എന്തിന് പോവാം, കാര്യം പറ, എനിക്ക് മേഘാ പരമ്പര എഴുതാൻ പറ്റുമോ?
എനിക്ക് പറ്റില്ല. ഞാൻ ആകെ ചെയ്യുന്ന 13 എപ്പിസോഡ് കെ ചന്ദ്രനായിട്ടുള്ള ഒരു നല്ല സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ എനിക്ക് പറ്റില്ല. അല്ല, മധുമോഹൻ്റെ സീരിയലിൽ ഒരാൾ വേണം, വെറുതെ വിട്, പോവാൻ വെറുതെ എന്ന് പറഞ്ഞു. ടോമാണ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയത്. അപ്പോൾ അവിടുത്തെ ആത്മഹത്യ പോയേ. പിന്നെ ശരിക്ക് സത്യത്തിൽ എന്നെ ഒരു ജീവനാണ്, ഒരു റീബർത്ത് വന്നത് ടോം ജേക്കബാണെന്ന് ആലോചിക്കണം. അവിടെ ചെന്നു PN മേനോനാണ് അപ്പോൾ ചില എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മധുമോഹനെ കണ്ട് അദ്ദേഹം പരിവിധ പല്ലിശ്ശേരി ആ കേട്ടിട്ടുണ്ട്, ഗോസിപ്പ് എഴുതിയിട്ടില്ല, ഞാൻ എഴുതിയിട്ടുള്ളത്. എനിക്ക് വേണ്ടത് 2 എപ്പിസോഡ് ഒരു ദിവസം എഴുതാൻ പറ്റുമോ, വേറൊരു കണ്ടീഷനും ഇല്ല, ലാഗ് ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, പറ്റാത്ത കാര്യം അങ്ങനെ പറയും. ഒന്നും ഈ മേഘമൊന്നും എനിക്കൊരു പരിചയമില്ല. അപ്പോൾ ടോം പറഞ്ഞു അത് അവനൊക്കെ അങ്ങനെയൊക്കെ പറയും, അവനറിയാം ഞങ്ങളൊക്കെ ഓരോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മധുവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു, ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ റൂം എടുത്തെന്ന് പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമോ നോക്ക്, ഇന്ന സംഭവങ്ങളൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ അടുഗോപാക്ഷ സിനിമ പോലെ പറ്റുള്ളതല്ല. എൻ്റെ സീരിയൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 1 ലക്ഷം രൂപ ഒരു എപ്പിസോഡ് തന്നാൽ അതനുസരിച്ച് നന്നാക്കും, 30,000 തന്നാൽ അതനുസരിച്ച് നന്നാക്കും. ഇതാണ് എൻ്റെ, ഞാൻ നഷ്ടക്കച്ചവടം ചെയ്യില്ല, ഇതാണ് അതിൻ്റെ ഇത്. പിന്നെ കൃത്യമായിട്ട് പ്രതിഫലം കൊടുക്കുന്ന ഒരാളാണ്, നമ്മൾ ചോദിക്കേണ്ട. അപ്പം ഞാൻ ചെന്ന് ഈ ടോം എന്നെങ്ങനെ ഇതറ നീ നോക്ക്, അല്ല നിൻ്റെ ജീവിതം കൂടിയാളാ. അപ്പം ഞാൻ മറ്റേ സംഭവം മറന്നിട്ടില്ല ടോമിനോട്. ഇത് കഴിഞ്ഞു എഴുതി വന്നപ്പോൾ ടോം ചോദിച്ചു ചേട്ടാ അത് കൊള്ളാം, മധുമോഹനെ കാണിച്ചു പോകുമ്പോൾ എനിക്കിത് മതി, ഇനി നീ ആസ്ഥാന എഴുത്തുകാരൻ. അന്ന് തുടങ്ങി ഒരേ സമയം 2-3 മെഗയാണ് മധുമോഹൻ്റെ. എനിക്ക് കുറേ കടമുണ്ടായിരുന്നു, ആ കടം വീട്ടി. ഈ കടം വീടി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ നിൽക്കില്ല, കാരണം എൻ്റെ താല്പര്യം മൊത്തം പത്രത്തിൽ തന്നെയാണത്. അങ്ങനെ 6 വർഷം നിന്നു. 6 വർഷം. പക്ഷെ ആ 6 വർഷം നിന്ന് വെച്ചാൽ അതൊരു സ്കൂൾ തന്നെയാണ് ശരിക്കും. അങ്ങനെയൊക്കെ അത്രയേ ഉള്ളൂ. എനിക്ക് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ 1500 റുപ്യ ഒരു എപ്പിസോഡ് നിരുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ്. കൂടുതൽ ചോദിക്കരുത്. 30 ദിവസം വർക്കുണ്ട്. 30 ദിവസം വർക്കുണ്ട്, വർക്ക് 30 ദിവസമുണ്ട്. അത് ഒന്നല്ലെങ്കിൽ ഒന്ന്. പിന്നെ മറ്റേ നിരവധി വർക്കുകളാണെങ്കിൽ എന്നുള്ളതാണ്. പലരും വാങ്ങുകയും ചെയ്യും. അപ്പോൾ ചിലതാണെങ്കിൽ കുറേ ക്ലാരിറ്റി ഉള്ള സാധനം നന്നായിട്ട് എടുക്കും. അപ്പോൾ ആൾ പറഞ്ഞാൽ അത് കുറേ അത് 1 ലക്ഷം രൂപയാണ് ഒരു എപ്പിസോഡിന്, അതുകൊണ്ട് കുറച്ചും കൂടി പോഷായിട്ട് ചെയ്യും. അപ്പോൾ ആളുടെ വെച്ചാൽ 1 ലക്ഷം കൂട്ടിയാൽ 10 രൂപ ഞാൻ മാറ്റി വയ്ക്കും. ആ 10,000 രൂപയാണ് എൻ്റെ ലാഭം. ഈ 90 റുപ്യ ബാക്കി ഞാൻ ചിലവഴിക്കും. ഇനി 30 രൂപ കിട്ടിയാലോ, 30 രൂപ കിട്ടിയാൽ 5 രൂപ ഞാൻ മാറ്റി വയ്ക്കും, 25 രൂപയിൽ എടുക്കുക. ഇതാണ് അയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ സത്യസന്ധനായൊരു കച്ചവടക്കാരനാണെന്ന് ആലോചിക്കണം. ഈ സിനിമാ രംഗത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ 4 പ്രോജക്റ്റുകൾ നഷ്ടപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഈ പറഞ്ഞ സിനിമയിലെ സുഹൃത്തുക്കളെയൊക്കെ ഈ സങ്കടം ബോധ്യപ്പെടുത്താൻ ചെന്നിരുന്നോ? ഇല്ല, അങ്ങനെ സങ്കടപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്താ പറയുക, സിനിമയിൽ ഒരാൾക്കും സങ്കടങ്ങളുണ്ടെന്ന് വെച്ചാൽ ആ സങ്കടങ്ങൾ കണ്ണീരൊപ്പാൻ ആരും വരില്ല. അതാണ് അതിൻ്റെ ഒരു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയോ നിർമ്മാതാക്കൾ ഇവിടെയുണ്ട്, ഇവരെ കൊണ്ടുവന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമല്ലോ. എത്രയോ പേരുണ്ട്, അവരൊക്കെ മറക്കുമെന്ന് ആലോചിക്കണം ഇവിടെ. പിന്നെ വേറെ അതിനൊക്കെ രസം എന്ന് വെച്ചാൽ, ഞാൻ ചാർജ് എടുത്തിട്ട് ഞാനൊരു ഫോട്ടോഗ്രാഫറെ വിട്ടു, മമ്മൂട്ടിയോട് കുറച്ച് ഫോട്ടോ എടുത്ത് തരാൻ മംഗളത്തിൽ. അപ്പോൾ മമ്മൂട്ടി അന്ന് പറഞ്ഞു നീ ആദ്യം പോയിട്ട് മംഗളത്തിന് തീ വെച്ചു വാ, എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അഹങ്കാരം, എത്ര അഹങ്കാരം എന്ന് ആലോചിക്കും. എന്നിട്ടും ഞാൻ ചാർജ് ആദ്യം ലെക്ക അടിച്ചപ്പോൾ മമ്മൂട്ടിയുടെയാണ് കവർ അടിച്ചതെന്ന് ആലോചിക്കണം. ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്തോ എനിക്ക് ആ മനുഷ്യന് ഇഷ്ടമാണെന്ന് ആലോചിക്കണം. ആ ഇഷ്ടത്തിന് വേറെ ഒരു പരിവേഷവും ഇല്ല. ഒരു പക്ഷേ ന്യൂനപക്ഷമായിരിക്കാം, പല കാരണം ഉണ്ടായിരിക്കാം, വേറൊരു ഗുണവും ഉണ്ടായിട്ടില്ല, അങ്ങനെ അവസ്ഥയിൽ എത്തിച്ചിട്ടുമില്ല. ആളിപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പോഴും സിനിമ കാണാൻ നടക്കണം. ഞങ്ങളിപ്പോൾ കാണാറൊന്നുമില്ല. എന്തിനും വലിയ മെസ്സേജ് ഇട്ടാലും ഉത്തരം കിട്ടില്ല. കാരണം നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. മമ്മൂട്ടിക്ക് എന്താ അത്ര ഒരു വിരോധം വരാൻ കാരണം താങ്കളോട്? എന്നോട് മാത്രമല്ല, അല്ല വിരോധം എന്ന് പറഞ്ഞാൽ, വിരോധം വരുമെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ മമ്മൂട്ടി വലുതായില്ലേ, ആകാശത്തോളം വളർന്നു നിൽക്കുമ്പോൾ അദ്ദേഹം താഴേക്ക് നോക്കുമ്പോൾ ഞാനൊരു ഉറുമ്പ് പോലെ തോന്നുക. ഈ ഉറുമ്പിനെ വേണമെങ്കിൽ അങ്ങർക്ക് ബൂട്ടിട്ട് ചവിട്ടി അരയ്ക്കാം, പക്ഷെ എന്നെ അതിന് പറ്റുന്നില്ല. അതിനുള്ളൂ, അല്ലാണ്ട് വേറെന്താ. ഞാൻ അദ്ദേഹത്തിന് ഒരു ദ്രോഹവും നേരെ ചെയ്തിട്ടില്ല. സഹായങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ തന്നെ. സഹായം എന്ന വ്യക്തിപരമല്ല, എന്നെ പ്രൊഫഷണൽ സഹായം മാത്രം, വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ ദ്രോഹിച്ചിട്ടില്ല. ഇത്രയും വർഷമില്ലേ, ഇത്രയും വർഷം എടുത്ത് നോക്കുക. അതല്ല, ഞങ്ങൾ പരസ്പരം സ്വകാര്യ ദുഃഖങ്ങൾ പറയാൻ അത്രയും അടുപ്പായിരുന്നു. ഞങ്ങൾക്ക് വളരെ സ്വകാര്യ ദുഃഖങ്ങൾ പരസ്പരം പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഞാൻ.
ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യൻ തന്നെയാണത്. അത് ഈ വളർന്നു വരുമ്പോൾ മറ്റുള്ളവർ പറയുന്ന ഈ കള്ളങ്ങൾ കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയും കുറേ ആൾക്കാരില്ലേ ഇവിടെ. അതാണിപ്പോൾ സ്റ്റൈല്. ഒരു തവണ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം 2 വർഷം CBI കുറിപ്പിൻ്റെ ലാസ്റ്റ് ചെയ്ത പോർഷൻ അപ്പോൾ ഞാൻ ഒന്ന് കാണാൻ വന്നോളൂ കാണാം, പക്ഷെ സംസാരിക്കാൻ ഫോട്ടോ എടുക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചെന്ന് വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇന്ന് കാണാം. അതായത് ഞാൻ പാടുപെട്ട് എറണാകുളത്ത് ചെന്ന് ഞങ്ങൾ 2-3 പേര് ചെന്നിട്ട് വിളിച്ചപ്പോൾ ഇന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ എത്തണമെങ്കിൽ ആലോചിച്ചു. മറ്റത് മമ്മൂട്ടിയുടെ ബെഡ്റൂമിലേക്ക് കിടക്കാൻ വൈഫ് കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അത്രയും ഇതായിരുന്ന ആൾക്കാരുള്ളത്. അതേ സ്ഥാനത്ത് നമ്മൾ ചെന്നിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ വേണ്ട, പകരം ഞാൻ എന്ന് വെച്ചാൽ മറ്റേ SN സ്വാമിയുടെയും അങ്ങനെ 2 പേരുടെയും ഇൻ്റർവ്യൂ എടുത്ത് തിരിച്ചു പോന്നു. എന്നിട്ട് എനിക്കൊരു പരാതിയില്ല. കാരണം പരാതിയില്ല എന്ന് പറയാൻ കാരണം ഒന്നും നിങ്ങൾ കൊണ്ടുപോയില്ല. അതെ, ഒന്നും കൊണ്ടുപോയില്ല. പിന്നെ നിങ്ങൾക്ക് എത്ര ഉണ്ടായാലും ശരി ഓരോ പ്രായത്തിനനുസരിച്ചുള്ള ആഹാരങ്ങൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? എനിക്കും കഴിക്കണമെന്നില്ല. പിന്നെ എന്തുണ്ടായിട്ടെന്ത് കാര്യം? നിങ്ങൾ ഈഗോ ഉണ്ടായിട്ടെന്ത് കാര്യം? അവിടെയാണ് ഞാൻ എനിക്ക് മോഹൻലാലിന് ഇഷ്ടം എന്ന് പറയാൻ കാരണം. ഇത് മാത്രമല്ല, എനിക്ക് മമ്മൂട്ടി ദ്രോഹങ്ങൾ വെച്ചാൽ ആ 4 വർഷം കേസ് എന്ന് പറഞ്ഞില്ലേ, ഈ കേസിൽ സാക്ഷി പറയാൻ മമ്മൂട്ടി വരേണ്ട ഒരു ആവശ്യമില്ല. അത് കിരീടത്തിൻ്റെ സിനിമയായിട്ട് പ്രോബ്ലം ഉണ്ടായാണത്. ചാണക്യൻ ഷൂട്ടിംഗ് നടക്കുന്നു കമലഹാസൻ്റെ, അതിൽ തിലകനുണ്ട്. ഇപ്പുറത്ത് കിരീടത്തിൽ തിലകനുണ്ട്. മോഹൻലാൽ, തിലകൻ, കൊച്ചിൻ ഹനീഫ ഒരു കോമ്പിനേഷൻ സീൻ എടുക്കണം. സിബി മലയിലുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ്റെ എക്സിക്യൂട്ടീവ് ഷൺമുഖനാണ്, KR ഷൺമുഖൻ, മിടുക്കനായ ഒരാളാണ്. പക്ഷെ വന്നു വന്നപ്പോൾ ഇങ്ങൊരു പറഞ്ഞ വാക്ക് ആ പടമുള്ളവർ അഭിനയിച്ചുകൊണ്ടിരിക്കും, അല്ലാത്തൊരു വെയിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഒരു വെയിറ്റ് ചെയ്തു. വൈകുന്നേരമായപ്പോൾ ഇയാൾ വന്നപ്പോൾ ഒരു പാക്കപ്പ് പറഞ്ഞു ഷൂട്ട് ചെയ്തില്ല. ഈ സാധനം എന്ന് പറയാൻ കാരണം അന്ന് ഞാൻ നാനയിൽ വർക്ക് ചെയ്യാണ്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ മംഗളത്തിൻ്റെ എഡിറ്റേഴ്സ് സുഹൃത്തുക്കളാണ്, ഞാൻ കാശിന് വേണ്ടി ചെയ്തതല്ല. അപ്പോൾ മനോരമയിൽ യേശുദാസിൻ്റെ ഒരു കോളുണ്ട്, കേൾക്കാത്ത ശബ്ദം എന്ന് പറഞ്ഞിട്ട്, ഒരു ഹ്യൂമറായിട്ടുള്ള സിനിമ സാധനമാണത്. അങ്ങനെ ഒരു സാധനം എനിക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, മാത്രമല്ല ഞാൻ തൊട്ടൊക്കെ കേസ് വരും. അല്ല നീ ചെയ്ത് താടാന്ന് പറഞ്ഞു. ചെന്നു. അപ്പോൾ വർഗീസ് സാറ് സംസാരിച്ചു. ഞാൻ പറഞ്ഞു സാറേ എന്നെ നിങ്ങൾക്കും സഹിക്കാൻ പറ്റില്ല, എന്നാ നാനക്കാർക്ക് മാത്രമേ സഹിക്കാൻ പറ്റുള്ളൂ, ഉള്ള കാര്യം പറയാം. അല്ല കേസ് വന്നാൽ നമുക്ക് വേറെ ആൾ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരും നുണയും, അത് കേസ് വന്നാൽ പകുതി നേരും പകുതി നുണയും എന്നുള്ള ഇട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ പല്ലിശ്ശേരി എന്നുള്ള പേരിലല്ല ഇട്ടിരിക്കുന്നത്, അഭിമന്യു എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്നത്. ആ കോളത്തിൻ്റെ പ്രത്യേകത 100% സത്യമാണെന്നുള്ളതാണ്. അതിലൊരു കാര്യം, പ്രിയദർശനും ലിസിയും ബദ്ധശത്രുക്കളെ പിരിഞ്ഞു പോയൊരു കാലഘട്ടം, കല്യാണം കഴിക്കാതെ ആരും വിചാരിച്ചിട്ടില്ല. ഞാൻ എഴുതി പ്രിയനും ലിസിയും വിവാഹം കഴിക്കാൻ പോകുന്നു ഇന്ന ഡേറ്റിന്. എല്ലാവരും ഞെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയൻ്റെ അച്ഛൻ മംഗളത്തി എന്ന് പറയുന്നു, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ സത്യാവസ്ഥ അറിയാൻ കാരണം എൻ്റെ ഒരു നാസർ എന്നൊരു ഫ്രണ്ടുണ്ട്, SBT വർക്ക് ചെയ്യുന്ന. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രിയൻ്റെ അളിയൻ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വായിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നു. ഇപ്പോൾ ഞാനറിയില്ല, ആ മംഗളത്തിൽ വന്ന ആ സാധനം സൂപ്പർ സാധനം, അത് സത്യമായിട്ടുള്ള വാർത്തയും ആരാണ് അങ്ങനെയാണ് എന്നുള്ളത്. നന്നേ ആ കല്യാണം കഴിഞ്ഞു. പിന്നെ വന്നത് തിലകൻ്റെയാണത്. തിലകൻ നല്ല നടനാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ആർക്കും തുടക്കത്തിൽ ഒരു പുഷ് കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെ മമ്മൂട്ടി മോഹൻലാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹെൽപ്പ് ചെയ്ത് വളർന്നു വരുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് കിരീടത്തിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിന് അപമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ കള്ള കേസ് കുടിക്കുക പോലെ എനിക്ക് അറസ്റ്റ് വാറണ്ട്. അപ്പോൾ ഞാനൊരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞതാണ്. എന്നെ അന്വേഷിച്ച് പോലീസുകാർ വന്നിട്ടുണ്ട് അറസ്റ്റ് വാറണ്ടായിട്ട്. വൈഫ് വിളിച്ചു പറഞ്ഞിങ്ങനെ പോലീസുകാർ വന്നിട്ടുണ്ട്, ഒക്കെ പരിചയമുള്ള ആൾക്കാരാണ് ഒക്കെ ആയിട്ട്. ഞാൻ അയാൾ നാളെ വരാൻ പറ, ഞാൻ തന്നെ കയറാം. പിറ്റേ ദിവസം വന്ന് പോലീസുകാരൻ വന്നു, കാപ്പിയെ കുടിച്ചു. ഇയാൾ എന്നെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ഈ പത്രക്കാരെന്നുള്ള അഹങ്കാരം, എന്നെ തൊടില്ല എന്നുള്ള അഹങ്കാരം. അപ്പോൾ വൈഫ് അന്ന് മംഗളാശ്വരം ജില്ലാ നേതാവാക്കിയാണ്. പാർട്ടി ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അതിബുദ്ധിമാൻ വരുന്നുണ്ട് പോലീസിൻ്റെ കൂടെ, നേരെ ജാമ്യമില്ല വകുപ്പിലാണ് കൊണ്ടുപോകാൻ പോകുന്നത്. പാർട്ടി സെക്രട്ടറി വിളിച്ച് പറഞ്ഞു പോലീസിനോട്, നിങ്ങൾ ജയിലിൽ അകത്തിടാൻ പോകല്ലേ സഖാവ്, ഞാൻ അല്ലാണ്ട് എന്ത് ചെയ്യും? ഈ മനുഷ്യൻ്റെ കൂടെ വന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? വേണ്ട, ഞാൻ ഹാജരാക്കിക്കൊണ്ട് അങ്ങനെ പോയി. ഈ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് CS സുകുമാരൻ നായർ അവിടെ ജാമ്യം എടുക്കുക. CS സുകുമാരൻ നായർ കേസ് വെച്ചാൽ അദ്ദേഹത്തെ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ സുഹൃത്തുക്കളാണ്, അവരാണ് കേസ് കൊടുത്തത്. എന്നെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാന്ന് വിചാരിക്കണം. വേറൊരാളാണെങ്കിൽ എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്നറിയാം.
പക്ഷെ ആ കേസ് CS ജയിപ്പിക്കാന്നുള്ളത് വാശിയാകുന്നു. അതിൽ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ മോശമാക്കി പറഞ്ഞ മമ്മൂട്ടിയാണ് ആലോചിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അതിലേത് ദിവസത്തിൽ കോടതിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരേ വണ്ടിയിൽ ഒരുമിച്ച് ചെല്ലുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന ആലോചിക്കണം. അതേ സ്ഥാനത്ത് പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ചത് മോഹൻലാൽ എന്ത് പറയുന്നു, CB മലയിൽ എന്ത് പറയുന്നു, കിരീടം ഉണ്ണി എന്ത് പറയുന്നു, ഇവർ 3 പേരുള്ള കിരീടത്തിൻ്റെ ആൾക്കാർ. അവിടെ മോഹൻലാൽ ഞെട്ടിച്ചുളഞ്ഞു. ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാലിനെ ദ്രോഹിച്ചു എന്നുള്ളതല്ല, മമ്മൂട്ടിക്ക് വേണ്ടി പടങ്ങൾ വരാതായിട്ടുള്ളതാണത്. ആ മോഹൻലാൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ സത്യത്തിൽ കരച്ചിൽ വന്നു. മോഹൻലാൽ വേറൊന്നും പറഞ്ഞിട്ടില്ല, പല്ലിശ്ശേരി പത്രപ്രവർത്തനാണ്, എഴുതിയതൊക്കെ സത്യമാണ്, അവരെല്ലാവരും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നോട് പലരും ചോദിച്ചു, നീയൊക്കെ എത്ര വർഷമായിട്ട് താങ്ങി കൊണ്ടെടുക്കല്ലേ? ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വേറെ വാക്കാണ് പറയേണ്ടത്, ആ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്നോട് ആരും എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. മോഹൻലാലിന് അങ്ങനെ പറയാൻ തോന്നി, മോഹൻലാൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ CB മലയിൽ പിന്നെ കിരീടം ഉണ്ണി വന്നു. കിരീടം ഉണ്ണി ചെയ്തത് വളരെ ബുദ്ധിപൂർവമായ അനുസരണത്തെ. തിലകം കൊടുത്തിരിക്കുന്നത് എനിക്ക് എൻ്റെ അവാർഡുകൾ നഷ്ടപ്പെടുന്നു, പ്രതിഫലം കുറയുന്നു, പടങ്ങളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. കിരീടം പറഞ്ഞു വെച്ചാൽ തിലകനെ കുറിച്ച് ചോദിക്കുമ്പോൾ തിലകൻ മഹാനടനല്ലേ. അല്ല, ഈ ആർട്ടിക്കിൾ പല്ലിശ്ശേരിയുടെ ഈ ആർട്ടിക്കിൾ വന്നതിന് ശേഷം തിലകന് അവസരങ്ങൾ കുറയുക. എന്തോ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഈ പല്ലിശ്ശേരിയുടെ ആർട്ടിക്കിളിന് അനുസരിച്ച് സ്റ്റാർഡം താഴേക്ക് പോകേണ്ടതാണോ തിലകൻ്റെ? അങ്ങേരൊന്നും തൊടാൻ പറ്റില്ല. അപ്പോൾ തിലകൻ ദേഷ്യം തുടങ്ങിയിട്ടോ. കാരണം ഇതൊക്കെ എനിക്ക് അനുകൂലമായ ഘടകങ്ങളല്ലേ. പ്രതിഫലം ഞാൻ പ്രതിഫലം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ശരി, തിലകൻ്റെ ഭാഗത്ത് നേരെ എതിരായി. അത് ഇയാൾ എഴുതി കഴിഞ്ഞ് തിലകൻ ഇയാൾ തെറി വിളിച്ചു. അതെ, എന്തു പറഞ്ഞു? നല്ലതല്ലേ, നല്ലതാണോ പറയാൻ വേണ്ടത് എന്ന് പറഞ്ഞു. കേസ് അങ്ങനെയൊക്കെ നമ്മളെ വെറുതെ വിട്ടു. അപ്പോൾ ഞാൻ പറയുന്നത് പല ഘട്ടങ്ങളിൽ അങ്ങനെയല്ല. മോഹൻലാൽ നോ എന്ന് പറഞ്ഞാൽ നോ എന്ന് പറയും. മോഹൻലാൽ അങ്ങനെയാണത്. എനിക്കൊരു വാർത്ത, ഞാൻ അറിയാതൊരു വാർത്ത 4 വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഫോൾസ് ന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതുമാതിരി മോഹൻലാലിനെ കുറിച്ചൊരു വാർത്ത വന്നു. ആ വാർത്ത ഒരു രാജകുടുംബമായിട്ടുള്ള അവിടുത്തെ നർത്തകിയുമായിട്ടുള്ള ഒരു സംഭവമാണത്. അത് മോതിരം മാറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. ഒരുപാട് കാലം വിവാഹത്തിനൊക്കെ മുമ്പാണ്. മുമ്പാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയല്ല. അപ്പോൾ അവിടുത്തെ MD പറഞ്ഞു അത് ശരിയാണത്, എനിക്ക് കിട്ടിയ കൊടുത്തോളൂ എന്ന്. വാർത്ത വന്നു. അവൾ വാർത്ത വന്നാൽ ഈ കുമ്പസാര രഹസ്യം പോലല്ലേ, ഞാൻ തന്നെയാണല്ലോ എല്ലാം ഏറ്റെടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ലാലു വിളിച്ചു. അത് ചൂടായിട്ട് വിളിച്ചേ, എന്നെ നിങ്ങൾക്ക് കുറിച്ച് എന്ത് വേണം എഴുതാം. എന്നോട് മാത്രമല്ല MD വിളിച്ച് പറഞ്ഞു എഴുതാം. പക്ഷെ സിനിമാക്കാരിയല്ലാത്തൊരു സ്ത്രീയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്നു മുതൽ എൻ്റെ സിനിമയുടെ പരസ്യങ്ങളൊന്നും നിങ്ങൾക്ക് തരില്ല. ഞാനൊക്കെ കൊടുക്കില്ല, എനിക്ക് തരില്ല. എൻ്റെ ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല. അത് മുമ്പ് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തമ്പി കണ്ണന്താനത്തിൻ്റെ സിനിമ ഷൂട്ടിംഗ് നടക്കുക. തമ്പി നമ്മളെ വിളിച്ചൊക്കെ അല്ലേ ചെന്നു. തിരുവനന്തപുരം ഭാഗത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഇങ്ങനെ ആൾക്കാർ നിറയെ വന്ന് നിൽക്കുക. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് കൊല്ലം മോഹനാണ് വന്നിരിക്കുന്നത്. മോന ലാലിൻ്റെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ നോക്ക്. അതിന് മുമ്പ് ലാൽ കണ്ടു. ലാൽ വളരെ സ്വകാര്യമായിട്ട് ആദ്യം ലാൽ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഫോട്ടോ ആരും എടുക്കരുത്, എൻ്റെ ഫോട്ടോ കവറടിച്ച് കാശുണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതേ ഉച്ചത്തിൽ മോഹൻ ആര് പറഞ്ഞു മോഹൻലാലിൻ്റെ ഫോട്ടോ ഞാൻ പറഞ്ഞു. നാന ചിലവാകുന്നത് ഈ ആർട്ടിസ്റ്റിൻ്റെ പടയിട്ടൊന്നുമല്ല, നാന ചിലവാകുന്നത് നടികളുടെ പടയിട്ടിട്ടാ. അങ്ങനെ അഹങ്കാരനെ മാറ്റിച്ചേക്ക്. എന്താ വേണമെങ്കിൽ ഈ 6 മാസം ലാലിൻ്റെ കവറടിക്കില്ല. അതേ വീറും വായിച്ചെന്ന് പറഞ്ഞിട്ട് അതങ്ങനെയായി. ആ പ്രശ്നങ്ങൾ. പക്ഷേ ഇത് ചെയ്താലും ലാൽ ദ്രോഹിക്കില്ല കേട്ടോ. അങ്ങനെ ക്വാളിറ്റി ലാലിനുണ്ട്. അത് കഴിഞ്ഞ് വേറെ പണക്കൊന്നുമില്ല, അതൊക്കെ പോവും. പിന്നെ വേറൊരു വാർത്ത ഇത് മറുപടി വന്നു. അത് കുറച്ചും കൂടി രൂക്ഷമായിട്ട് പ്രിയൻ്റെ ഒരു സിനിമ കടത്തനാടൻ അമ്പാടി. അപ്പോൾ അത് പ്രിയനാണ് ചെയ്യുന്നത്. നസീർ സാറുണ്ട്, ലാലുണ്ട്, എല്ലാ ടീമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു. ഞാൻ വരില്ല, ലാലുണ്ട്. അവരിങ്ങോട്ട് വിളിച്ചു. എല്ലാവരും വിളിച്ചു. പ്രിയ ഇതൊക്കെ നോക്കില്ല, എല്ലാവരും വിളിക്കുമെന്ന്. ഞാൻ വരില്ല, അവിടെ നിന്ന് ലാല് സമ്മതിക്കുക. പിന്നെന്തിനാ സുഖം, അതല്ല നമുക്ക് പ്രശ്നം തീർക്കാം. അവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ
ലാൽ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് പല്ലിശ്ശേരിയുടെ ഒരു വണക്കമില്ല. ആ വാർത്ത പല്ലിശ്ശേരിക്ക് ആര് കൊടുത്തു അതറിഞ്ഞാൽ മതി. അത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ലാലെ ഞാൻ പറയില്ല. അതൊരു വിശ്വാസ വഞ്ചനയാണ്. കാരണം നിങ്ങളും എനിക്ക് വാർത്ത തന്നില്ല മുമ്പ്, മമ്മൂട്ടി തന്നു, എല്ലാം ആരെ വാർത്ത തരാതെ എനിക്ക് എല്ലാം ഞാൻ നേരെ വരി പറഞ്ഞിട്ടുണ്ടോ? എന്തിനു വേണമെന്ന് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇപ്പോൾ തന്നെ, അത് അന്നത്തെ അല്ല, ഈ ദിലീപിന് ഇത്രയും വിവാദ കേസുകൾ വന്നു, ഞാൻ സോഴ്സ് വരെ പറഞ്ഞിട്ടില്ലല്ലോ, നിഷേധിക്കാൻ പറ്റില്ലോ. അത് പറഞ്ഞാൽ അപ്പോൾ പറ്റില്ല, എൻ്റെ ഫോട്ടോകൾ നിങ്ങൾ കവർ ചെയ്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അനീഫ വന്നു. അനീഫയുടെ തീർക്കടേ നീ ഇങ്ങനെ പറഞ്ഞേ. അനീഫ ഞാൻ ഇതൊരു ബ്രദേഴ്സ് പോലെയാണ്. ഞാൻ എങ്ങനെ അനീഫ തീർക്കുക? ഞാൻ നിങ്ങളുടെ പേര് പറയട്ടെ? അയ്യോ നിന്നെ കൊന്നുകളയും ഞാൻ. പിന്നെ എന്താ പേര് പറഞ്ഞു? പേര് പറഞ്ഞാൽ എനിക്കറിയാം, ലാൽ പ്രതികാരം ചെയ്യുമെന്ന് എനിക്കറിയാം. അവസാനം ലാൽ എന്നോട് പറഞ്ഞു, വേറെ ആരോട് പറയില്ല. ആ പ്രോമിസ് പ്രിയനറിയില്ല, ആരും അറിയില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ, പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ലാലെ ഇതൊരു പറയില്ലല്ലോ. പറഞ്ഞാൽ പറഞ്ഞൂടെ? ഞാനാലോ ഇന്ന ആളാണ് പറഞ്ഞു. ലാൽ പറഞ്ഞു, എനിക്ക് മനസ്സിലായി അയാളായിരിക്കുള്ളൂ എന്നുള്ളത്, പക്ഷെ ഊഹം വെച്ച് പറയാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലത്തേക്ക് ആ നടൻ മോഹൻലാലിൻ്റെ പടത്തിലുണ്ടായിട്ടില്ല എന്നാണ്. ലാലിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ലാൽ അങ്ങനെ ഒരു ദ്രോഹിയില്ല, അതെനിക്ക് മനസ്സിലായി. അങ്ങനത്തെ ദ്രോഹിക്കൊന്നുമില്ല. പക്ഷെ നമുക്ക് വിചാരിച്ച സ്ഥാനത്ത് ചിലപ്പോൾ മാറ്റർ കിട്ടിയിട്ടുണ്ടാവില്ല, മാറ്റർ സഹകരിക്കുന്നില്ല, അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് ആലോചിക്കണം. അങ്ങനെ കുറേ മോഹൻലാലിൻ്റെ സിനിമയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന നടനായിരുന്നല്ലേ? മോഹൻലാൽ അല്ല, ഞാൻ അന്ന് വരുമ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞിട്ടാണ് ലാൽ നമ്മൾ ആ ഒരു അടുപ്പം എന്നുള്ള ചെറിയ അടുപ്പം എന്ന് പറഞ്ഞാൽ ലാലിന് പ്രത്യേകിച്ച് അങ്ങനെ അടുപ്പം എന്താ പറയുക, ലാൽ അകറ്റി നിർത്തേണ്ടവർ അകറ്റി നിർത്തും. ലാലിങ്ങനെ സ്റ്റഡി ചെയ്ത് നിർത്തലാണ് ശരിക്കും. അപ്പോൾ അതിപ്പോഴും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ അയച്ചിട്ടുണ്ട്. എന്നാൽ ലാലിനെ കുറിച്ച് നല്ലത് എഴുതണം, നല്ല ദ്രോഹം മാത്രമേ ആവശ്യമില്ലല്ലോ. ഇപ്പോഴല്ലേ ഇവരെല്ലാവരും വലുതായി കഴിഞ്ഞിരിക്കുന്നു. വലുതായി കഴിഞ്ഞിരുന്നാണ് ഇപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുന്നത്. സുരേഷ് കുമാർ പറഞ്ഞ അവിടെ തീർന്നു, വാർത്ത പറഞ്ഞു വെച്ചു. ഇവർ തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല ജൂൺ 1 മുതൽ സമരം തുടങ്ങുന്നവർ തോന്നുന്നില്ല. കാരണം സമരം തുടങ്ങണമെങ്കിൽ ആരാ? ഈ നിർമ്മാതാക്കളുടെ സംഘടനകളാണ് ഈ വമ്പന്മാരൊക്കെ. അതെ അതെ, അവർ പറയാ സമയം തുടങ്ങാൻ പറ്റുമോ? പിന്നീട് ഈ അപർലോകം എന്ന് പറഞ്ഞ പങ്ക്തി തുറന്നെഴുതുകയായിരുന്നു. അപർലോകം 10 വർഷം. അതെന്താ അറിയാം, അത് തുടങ്ങാൻ കാരണം ഒരുപാട് ആളുകൾക്കെതിരെ അവരെയൊക്കെ എൻ്റെ അനുഭവമാണ് ശരിക്കും. പ്രതികരിക്കേണ്ട രീതിയിൽ അവരൊക്കെ ഒരുപാട് പ്രതികരിച്ചാൽ വൾഗാരിറ്റിയിലേക്ക് പോയിട്ടില്ല. പക്ഷെ അതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അറിയാം, അത് മധുസാറാണ് കാരണം. മധുസാർ പറഞ്ഞു, ഇവിടെ നീ അത് സാധിച്ചു, നീ എന്തെങ്കിലും വേണ്ടേ? മധുസാറിന് നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാനത് തുടങ്ങിയപ്പോൾ ഒരു നല്ല അഭിപ്രായം മാത്രമല്ല, ഒരു ഹിറ്റ് സാധനമായി മാറി. അപ്പോൾ അതിലൊരു മേമ്പൊടി എന്ന് പറയാൻ കാരണം, നമ്മൾ ഇപ്പോഴത്തെ ജസ്റ്റ് ഹേമ കമ്മിറ്റി വന്നേ, ആ സംഭവങ്ങൾ പേര് പറയാതെ, ഇപ്പം നടൻ്റെയോ നടിയുടെയോ പൊടി പേര് പറയാതെ ഒരു മേമ്പടി പോലെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരിക്കും ശരിക്കും. അന്ന് പലരും പരിഹസിച്ചു ഇങ്ങനെയുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വായിക്കുക, ഇപ്പോൾ എനിക്കാരും ബോധ്യപ്പെടുത്താനുള്ളതല്ല. ആ സാധനങ്ങൾ ഇപ്പം ഇങ്ങനെയായില്ലേ? അപ്പോൾ പിന്നെ പലരും പുസ്തകമാക്കാമെന്ന് പാട്ടുപാട്ടായി. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിരിക്കുക. അത് പുസ്തകം ആവാതിരിക്കുന്നുള്ളതല്ല പ്രശ്നം. ഒരുപാട് ഭീഷണികളൊക്കെ വന്നിരുന്നു അല്ലേ? ഭീഷണി എഴുത്തിൻ്റെ പേരിലധികം കുറച്ച് ചിലത് മാത്രമേ ഉണ്ടായുള്ളൂ, അത്ര ഉണ്ടായിട്ടില്ല ഭീഷണി. ഞാൻ ശരിക്കും ദിലീപിൻ്റെ വിഷയത്തിൽ ഭീഷണി ശരിക്കുള്ളത്, അല്ലാണ്ട് മറ്റേതിൻ്റെ പേരിൽ അധികം ഭീഷണി ഉണ്ടായിട്ടില്ല. ഇത് ഭീഷണി വെച്ചാൽ ശരിക്കും ഗുണ്ടായിസം വലിയ ഭീഷണിയല്ലേ? വലിയ ഭീഷണി വെച്ചാൽ എനിക്ക് മാത്രമല്ലല്ലോ, ഞാനുമായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം വലിയ ഭീഷണി ഉണ്ടാകും ശരിക്കും ആലോചിക്കണം. അതിലും ഞാനിപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ദിലീപിനോട് ഒരു വൈരാഗ്യമില്ല. ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിക്കുക, ദിലീപിൻ്റെ 2 ഭാര്യമാരാണ് കാവ്യയും മഞ്ജു വാര്യരും. നിങ്ങൾക്കിതിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ കാവ്യ മാധവൻ്റെ പേര് പറയുള്ളൂ. എനിക്ക് ആ കുട്ടി ഇഷ്ടമാണ്, കാരണം ഞാൻ ഒരിക്കലും മോശം ദിലീപിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം പറഞ്ഞല്ല. മഞ്ജു വാര്യർ എല്ലാവരും പൊക്കിക്കൊണ്ടെടുക്കുക, ഞാൻ ഒരിക്കലും മഞ്ജു വാര്യനേക്കാൾ മോശമാണ് കാവ്യ എന്ന് ഞാൻ പറയില്ല. അത് എൻ്റെ അനുഭവം. സത്യമല്ലാതെ എനിക്ക് വേണമെങ്കിൽ മഞ്ജു വാര്യരെന്ന് പറഞ്ഞൂടെ? എനിക്ക് 2 പേരെ കൊണ്ടും ഗുണമില്ല, ഗുണമല്ല പ്രശ്നം. ഞാൻ എങ്ങനെ എനിക്കുണ്ടായ അനുഭവം എങ്ങനെയാണ്, ആ രീതിയിൽ നമ്മൾ പോകാറുള്ളതെന്നും. ഭീഷണിപ്പെടുത്തുകൊണ്ടൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കണ്ടോ എന്ന് ഉറപ്പില്ല. അത് ഞാൻ ചെയ്തിട്ടല്ല, എനിക്ക് പുറകിൽ ആൾക്കാരുണ്ട്. ഞാനിവിടെ ഗുണ്ടകളെ കൊണ്ട് തന്നെയാണ് ലൊക്കേഷൻ നടത്തിയിരുന്നത്. ഇവിടെ മുമ്പൊരിക്കൽ ഹിസൈൻ അസദുള്ള ഒരു ഷൂട്ടിംഗ് നടക്കുക അവിടെ തിരുവനന്തപുരത്തൊരു ഗുണ്ട, അത് വലിയ സീരിയസ് ആയിട്ട് പറഞ്ഞല്ല, അത് സത്യമായിട്ട് പറയാറുണ്ട്, സ്ത്രീകളെ കൊണ്ടുവന്നാൽ
അത് ബെഡ്റൂമിന് പുറത്ത് വെച്ച് അവരെ അവരെ കൈകാര്യം ചെയ്യണം. നമ്മൾ ഇപ്പോഴത്തെ നടന്മാരങ്ങനെയല്ല. അവരുടെ കൊണ്ടുവരുന്ന ആൾക്കാരെ ബെഡ്റൂമിൽ വരെ കയറ്റുകയെന്ന് രീതി. അത് ഇയാൾക്ക് പേര് പറഞ്ഞിനി അതിന് പൊള്ളി. അവനാളോട് പറഞ്ഞ തിരുവനന്തപുരത്ത് വന്നാൽ കാല് വെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കാല് വെട്ടാതെ പോകാലോ. ഞാൻ ശരിക്ക് അന്ന് ഹിസ്സൈൻ ഹൗസിലുള്ളൊരു ഷൂട്ടിങ് മറ്റേ കൊട്ടാരത്തിൽ നടക്കുകയാണുള്ളത്. അപ്പോൾ എന്നോട് ആര് പറഞ്ഞു അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്, ഇന്ന ആളവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നേരെ വന്നു ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത ചില നല്ല സുഹൃത്തുക്കളുണ്ട്, നമുക്ക് അവിടെ ഇരുന്ന് പോകണം, എന്ത് ചെയ്യണമെങ്കിൽ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, എന്ത് വേണ്ട. സത്യം പറഞ്ഞു, അന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, അയാൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണത്. അയാൾ ആ രാത്രി തന്നെ എങ്ങനെ സാധ്യം എന്ന് പറയുന്നത്, ആ രാത്രി തന്നെ ഞങ്ങളെ ഇറക്കി പിന്നെ എൻ്റെ അന്ന് സൗത്ത് ഇന്ത്യയിലത്തെ ഒരു കരാട്ട ചാമ്പ്യൻ, ഈ 2 പേരും ഞാനും ഫോട്ടോഗ്രാഫറും മാത്രം. എൻ്റെ ഫ്രണ്ട് തന്ന വണ്ടിയിൽ ഞങ്ങൾ പോവുക. അപ്പോൾ എനിക്ക് ഇങ്ങനെക്കുറിച്ച് ഒന്നും അറിയില്ല, എന്തൊന്നും അറിയുന്നില്ല. ചില ചായ കുടിക്കാറുമ്പോൾ ആൾക്കാർ വന്നിട്ട്, സാർ ഇന്ന് എവിടെയാണ് സാർ പ്രോഗ്രാം? ഈ പ്രോഗ്രാം എനിക്ക് എന്ത് പ്രോഗ്രാം? വെട്ട് കുത്താണ് അവർക്കെല്ലാവർക്കും അറിയാം. ശരി. അതാണ്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ജഗദീഷ് ഉണ്ടായിരുന്നു. ജഗദീഷ് ഇയാൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഇയാളെക്കുറിച്ച് ജഗദീഷിന് എല്ലാം അറിയാം. മറ്റാൾ അവിടെ ഇടുന്ന ജഗദീഷിനെ അറിയാം. ജഗദീഷ് പെട്ടെന്ന് സിനിമയിൽ കണ്ടൊറ്റ മുങ്ങിയിട്ട് അവനോടും പറഞ്ഞു, ദേ പ്രശ്നമാണ്, പല്ലിശ്ശേരി മറ്റവനും കൂടി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അവനോട് അവിടെ നിന്ന് മാറി നടന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ജഗദീഷ് ചോദിച്ച്, എന്താണ് പല്ലിശ്ശേരി ഇന്ന് പുതിയ ആൾക്കാരൊക്കെ ആയിട്ട്? അവർ സിനിമ ആൾക്കാർ, എനിക്കറിയാം, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളല്ലേ, അത് നല്ല സംഭവം, മറ്റേ തട്ടാനുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചു. ഞാൻ തട്ടേണ്ടി വന്നാൽ തട്ടും, അതൊരു പേടിയില്ല. പല്ലിശ്ശേരി ഭീഷണിപ്പെടുത്തി കൊടുത്തിൻ്റെ ഇവിടെ അങ്ങനെ വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒരു വലിയ പേനുണ്ടെങ്കിലും മറ്റേ കയ്യിൽ കത്തിയുണ്ട്, എനിക്കൊരു മടിയില്ല ഇവിടെ. അപ്പോൾ പിന്നെ എൻ്റെ മുഖത്തിനൊന്നും വെച്ചൊരു സംഭവിക്കില്ല. ആർട്ടിസ്റ്റിൻ്റെ മുഖത്ത് ആസിഡ് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അവനെ അഭിനയിക്കാൻ പറ്റില്ല, മനസ്സിലാക്കണം. അത്രയും ഭീഷണി. ചിലപ്പോൾ കുപ്പി പച്ചവെള്ളം നിറച്ച് കുപ്പിയായിരിക്കും എൻ്റെ പോക്കറ്റിൽ, ഇതാണ് ആസിഡ് എന്ന് കാണിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവനെ കൊണ്ട് പിന്നെ ശ്യാമ പറഞ്ഞു കീഴടങ്ങി, ദ്രോഹിക്കരുത്. ഞാൻ ദ്രോഹിക്കില്ല, പക്ഷേ നിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. നിനക്ക് വലിയ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, പെണ്ണ് കൂട്ടുകൊണ്ടെങ്കിൽ നീ കൂട്ടി കൊടുത്തോ, എൻ്റെ ഇതല്ല, എൻ്റെ അടുത്ത് കളിക്കരുത്. ഇത് നിന്നോട് മാത്രം പറഞ്ഞതല്ല, ആർക്കൊക്കെ എന്നെ ഇല്ലാതാക്കണോ അവർക്കൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഫൈറ്റ് വന്ന് നിർത്തണം. ഞാൻ എന്നാൽ ഇപ്പോഴും നിൽക്കുന്നത് എങ്ങനെയാണത്? അങ്ങനെ പറയണമെന്താണെന്ന് വെച്ചാൽ അറിയാം, നമ്മൾ ആർക്കും വിധേയത്വമില്ല. ഞാൻ ആരും ഒന്നും വാങ്ങിച്ചിട്ടില്ല, പിന്നെ ഞാനെന്തിന് പേടിക്കണം? കിട്ടിയതൊക്കെ കൊടുത്തൊക്കെ എൻ്റെ ഔദാര്യമാണ് അവർക്കൊന്ന് ആലോചിക്കണം. മെഗാസ്റ്റാർ പദവി ഞാനാണ് മമ്മൂട്ടിക്ക് കൊടുത്തത്. ഗൾഫ് പര്യടനത്തിൽ ഞാൻ പോൾ അൽഫോൺസ് എന്ന് പറഞ്ഞ ഇപ്പോൾ കേരളത്തിലുണ്ട്, ആൾ ഗൾഫിലായിരുന്നു. വേറെ ഈ 3 സുഹൃത്തുക്കൾ കൂടി ഞങ്ങൾ ആലോചിച്ച് മമ്മൂട്ടിക്ക് മെഗാസ്റ്റാർ കൊടുക്കുക, അല്ലെ അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അനൗൺസ് ചെയ്ത് മമ്മൂട്ടി ഞങ്ങളുടെ 2 പേരുടെ പേര് പറയാൻ പറ്റില്ല, മമ്മൂട്ടി വേറെ ആളുടെ പേര് പറഞ്ഞു. നമ്മൾ തിരുത്തി എഴുതി. ഇങ്ങനെയാണ്, ഇതാണ് സംഭവം. കഴിഞ്ഞത് മറക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ യോഗ്യനാണെന്ന് തോന്നുന്ന ആൾക്കാരുടെ പേര് പറയുക. അഴകനെ കണ്ട അപ്പാന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടല്ലോ, എന്നുപോലെ ആയിത്തീർന്നുള്ളതായിരിക്കണം. അങ്ങനെ പോയതിനെക്കുറിച്ച് നമുക്ക് എന്തു പറയാൻ പറ്റും? ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കുറേ ആളുകളുടെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു, കുറേ കേസുകളായി. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റപത്രമൊക്കെ കൊടുക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. നമ്മുടെ നടന്മാരിൽ പലരും ഇതിലൊക്കെ പെട്ട ആളുകളൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും എത്തുമോ? ഇത് വല്ല കാര്യമുള്ളതാണോ? ഇതൊന്നും എത്താൻ വഴി ഒന്നും അറിയാം. നമ്മൾ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ്. ആ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളിൽ 2 പേരും ആസ്വദിച്ചിട്ടുള്ളതാണെന്ന് ആലോചിക്കണം, അല്ലേ? ഇപ്പോൾ റേപ്പ് അറ്റൻഡ് ഉണ്ടായിട്ടുണ്ട്, റേപ്പ് ചെയ്ത് ജീവിതം പോയി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ 2 പേരും ബെഡ്റൂം പങ്കിട്ട് ആസ്വദിച്ച് ചില പ്രത്യേക സാഹചര്യത്തിൽ സിനിമയോ മറ്റോ കിട്ടാതാവുമ്പോൾ അവർക്ക് അവരുടെ ജീവിതം സുരക്ഷിതമാകുമ്പോൾ, സ്ത്രീകൾക്ക് പ്രായമായി സുരക്ഷിതമാകുമ്പോൾ മറ്റുള്ളവരുടെ കുടുംബം തകർക്കുന്ന ഇതിനോട് എനിക്ക് യോജിപ്പില്ല, ഉള്ള കാര്യം യോജിപ്പില്ല. എന്താ പറയുക, ഇപ്പം എൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് മാത്രമാണ് ദോഷം വരുന്നതെങ്കിൽ ഓക്കെ, കാരണം ഞാനും ഒരു ലേഡി മാത്രമല്ലേ ഇത് ഉണ്ടായിട്ടുള്ളൂ, വേറെ ആരുമില്ല. അവരുടെ വീട്ടുകാർക്ക് പാടില്ല, എൻ്റെ വീട്ടുകാർ സുഹൃത്തുക്ക് പാടില്ല, അവർക്ക് നിരപരാധികളല്ലേ. അപ്പോൾ ആ നിരപരാധികൾ എന്തിനാണ് വേട്ടയാടുന്നത്? പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 3 പേരാണ് പോയിട്ടുള്ളത്. അതിലൊരാളെ പേര് ഞാൻ പറഞ്ഞു, ഞാൻ വല്ല കുറ്റം ചെയ്ത പോലെ പറയും. എനിക്കറിയാം ശരിക്കും ആ ക്യാരക്ടർ എന്താ ചെയ്തെന്നുള്ളതൊക്കെ മുമ്പ് അഭിനയിക്കുമ്പോൾ.
പറയാൻ പറ്റുമോ നമുക്ക്? അതും ചോർത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ഇത് സിനിമയിൽ മാത്രമുള്ളതല്ല. സിനിമയേക്കാൾ വൃത്തികേടുകൾ രാഷ്ട്രീയത്തിൽ നടക്കുന്നില്ലേ? തൊഴിലിടങ്ങളിൽ നടക്കുന്നില്ലേ? ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ പറയുമ്പോൾ എന്താ പറയുക, ഇവിടെ ഭരണ വകുപ്പുകളനുസരിച്ച് ട്രാൻസ്ഫറിന് വേണ്ടി എത്രയോ പേർക്ക് നമ്മളൊന്നും അറിയുന്നില്ല. സാംബശിവൻ സഖാവ് പറഞ്ഞ പോലെ ഒന്ന് മുങ്ങി സോപ്പ് തേച്ച് കുറിച്ച് ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പോകാവുന്ന ഐത്തമേ അഴുക്കേ ശരീരത്തിലുള്ളൂ എന്നുള്ളത് എന്ന പോലെയല്ലേ എല്ലാ രംഗത്തും നടക്കുന്നുണ്ട്. നിങ്ങൾ തീരുമാനിക്കൂ, പറ്റില്ല വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആരും ഒന്നും ചെയ്യില്ല. അപ്പം നഷ്ടപ്പെടാൻ തയ്യാറാവണം. പക്ഷെ സിനിമയിലൊക്കെ സാധ്യമാകുമോ വീണ്ടും അവസരങ്ങൾ കിട്ടാനും ഒക്കെ ആയിട്ട്? ഇപ്പോഴത്തെ കുട്ടികളെ ഇപ്പോഴത്തെ കുട്ടികളെ അങ്ങനെയൊന്നും വഞ്ചിക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാണത്. ഇപ്പോൾ വരുന്ന കുട്ടികൾ അവർക്ക് ഇഷ്ടമുണ്ടോ, താങ്കൾ ഇഷ്ടമാണോ, അവർ ചിലപ്പോൾ സ്വീകരിച്ചു. പൈസയ്ക്കോ ചാൻസിനോ വേണ്ടിയല്ല. അല്ലാണ്ട് അവകാശവാദം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. ആ ഒരു മാറ്റം നല്ലതല്ലേ? പിന്നെ എന്തിന് പ്രലോഭനങ്ങൾക്ക് പോകും നമ്മളൊക്കെ? അല്ലെങ്കിൽ അപ്പം തുറന്നു പറയണം. നാളേക്ക് വർഷങ്ങൾക്ക് വയ്ക്കരുത്, ഇപ്പം പറഞ്ഞാലേ കാര്യമുള്ളൂ. അതുപോലെ ഇതിനു വേണ്ടി കോടികൾ ചിലവഴിച്ച് കുറേ ഉണ്ടാക്കി. ഇനി ഇതൊന്നും തീർന്നില്ലല്ലോ. ഇപ്പോൾ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? പരാതി ഇല്ലെങ്കിൽ പോലും കേസെടുക്കാമെന്ന് പറയുന്നത്. പരാതി ഇല്ലെങ്കിൽ എങ്ങനെ കേസെടുക്കാൻ പറ്റുക? അതെ. എന്നാൽ കേസെടുത്തു. പിന്നെ മുകേഷിൻ്റെ കാര്യം നോക്കിയാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ട് മുകേഷ് രാജിവെക്കുന്നുണ്ടോ? അതെ. ഒരു സാമാന്യ മര്യാദയ്ക്ക് തെറ്റ് ചെയ്തോ ചെയ്യില്ലോ നമുക്കറിയില്ല, നല്ല കാര്യമില്ല. അയാൾ അറിയപ്പെടുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ MLA ആണെന്ന് ആലോചിക്കണം. നാളെ മുകേഷിനെ മാറ്റി പോകാം. മുകേഷ് എല്ലാ കാലത്തും രാഷ്ട്രീയത്തിലുണ്ടാവണമെന്നില്ല. മുകേഷിൻ്റെ അച്ഛനും അമ്മയും രാഷ്ട്രീയ കുടുംബമാണ്. മുകേഷിന് വ്യക്തമായ രാഷ്ട്രീയമില്ല. മുകേഷ് മാറാം. പക്ഷേ ഇതൊരു വലിയ പ്രസ്ഥാനമല്ലേ? ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജിവെച്ച് പോടാ എന്ന് പറയാൻ കാണിക്കണം. പകരം എന്താ കാണിക്കുന്നത്? അവിടെ ഇനി ആരെങ്കിലും മത്സരിച്ചാൽ തോൽക്കുമെന്നുള്ളത്. അല്ലെങ്കിലും തോൽക്കില്ലേ അവിടെ? അല്ലെങ്കിൽ തോൽക്കില്ലേ? അപ്പോൾ നമ്മൾ അഴുക്ക് ചാലുകളുള്ള സാധനം വെട്ടി വെളിച്ച് ശുദ്ധജലം ഉണ്ടാക്കുക വേണം. അത് എല്ലാ രംഗത്തും ഉണ്ടായിരിക്കും. തീർച്ചയായും. നന്ദി. ഏതായാലും ഇത്ര സമയം ഞങ്ങൾക്കൊപ്പം ചിലവഴിച്ചതിന്. ശ്രീ പല്ലിശ്ശേരിയാണ് നമ്മളോടൊപ്പം ചേർന്ന് അതിൻ്റെ അനുഭവങ്ങളും മറ്റും പങ്കുവച്ചത്. ഇനിയും അദ്ദേഹത്തോടൊപ്പം കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.